അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ നാമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഏത് ചെയ്യുന്നുണ്ട്? പ്രതിമ നിർമ്മാതാക്കൾ പ്രതിമ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപകടമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുമുണ്ട്. ഞാൻ ഇന്നലെ ചെറിയൊരു സൂചന നൽകിയിരുന്നു. നാളെ അല്ലാഹു പറയത്രേ, എന്നെ ഖാലിഖായ എൻ്റെ സിഫത്തിനെ വെല്ലുവിളിച്ചിട്ടല്ലേ നിങ്ങൾ നിർമ്മാണം തുടങ്ങിയത്? നിങ്ങൾ നിർമ്മിച്ച വസ്തുക്കൾക്കൊക്കെ റൂഹൂദ് എന്ന് പറയും. ആത്മാവ് ഊതാൻ കഴിയില്ലെങ്കിൽ അല്ലാഹു ശരിക്ക് ഇന്നാ ശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി അൽ മുസവ്വിറൂൻ, പുനരുത്ഥാന നാളില് അതാ ഏറ്റവും കൂടുതൽ അദാബ് അനുഭവിക്കുന്നത് ഈ പ്രതിമ ഭ്രാന്തന്മാരാണ്. പ്രതിമകൾ ഉണ്ടാക്കുന്നവർ. അവരോട് പറയും, എന്താ അവരോട് പറയുന്ന? അഹ്യൂമാ ഖലഖ്തും, നിങ്ങൾ ഉണ്ടാക്കി വെച്ച വസ്തുക്കൾക്കൊക്കെ ജീവൻ കൊടുക്ക്. നീ സൃഷ്ടിച്ച കൊക്കിന്, നീ സൃഷ്ടിച്ച തവളക്ക്, നീ സൃഷ്ടിച്ച പാമ്പിന് ജീവൻ കൊടുക്ക് എന്ന് പറയും. നീ സൃഷ്ടിച്ച മയിലിന് ജീവൻ കൊടുക്ക് എന്ന് പറയും. ജീവൻ കൊടുക്കാൻ കഴിയാതെ കഷ്ടപ്പെടും. അവിടെ വെച്ച് അല്ലാഹു അവനെ വ്യക്തമായി ശിക്ഷിക്കും. ഇന്നൽ ബൈത്തല്ലദീ ഫീഹി സുവറു ലാ തദ്ഖുലുഹുൽ മലായിക, അതുപോലെ തന്നെ പ്രതിമകളുള്ള വീട്ടിലേക്ക് മലക്കുകൾ കടക്കില്ല. 6 ഭാഗങ്ങളില്ലാത്ത ഫോട്ടോയുടെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പണ്ഡിതന്മാരിൽ ചിലരെങ്കിലും പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ ഞാൻ പറയട്ടെ, ഈ പ്രതിമകൾ ഞാൻ പറഞ്ഞു ഷോക്കേസിൽ എവിടെയെങ്കിലും ഒരു മൂലയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എല്ലാം എടുത്തു വലിച്ചെറിയണം. എന്തെങ്കിലേ മുസ്ലിമിന്റെ സംസ്കാരമുള്ള വീടാകൂ എന്ന് കൂട്ടത്തിൽ പറയട്ടെ. രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രതിമകളും കട്ടൗട്ടുകളും ഇതിങ്ങോട്ട് നിറയുകയാണ്. ഇതുമായിട്ട് മുസ്ലിമീങ്ങൾ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നത് ശരിയല്ല. വളരെ ഗൗരവത്തിൽ തന്നെ ഇതൊക്കെ ആലോചിക്കണം. കാരണം നമുക്കതിനൊക്കെ ചില തീരുമാനങ്ങളുണ്ട്. ദീനിന് അതിനൊക്കെ ശക്തമായ നിയമങ്ങളുണ്ട്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, എവിടെയെങ്കിലും ഉള്ളതല്ല. ഇന്നാ ശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമത്തി അൽ മുസവ്വിറൂൻ. എങ്ങനെയാ അല്ലേ? ഫോട്ടോ അവനങ്ങോട്ട് കണ്ണ് ചിമ്മിയാൽ, അതും ആവശ്യമില്ലാതെ എന്തിന്? എന്നാൽ അത് കണ്ണ് ചിമ്മിയാൽ ഈ കട്ടൗട്ടുകൾ സ്ഥാപിച്ച് പ്രതിമകൾ സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം കണ്ണു ചിമ്മാൻ പറ്റിയ കാര്യമല്ല. ചെയ്യരുത്. അത് അള്ളാഹുവിനോട് മത്സരിക്കലാണ്. അള്ളാഹു പറഞ്ഞു, ഞാൻ സൃഷ്ടിക്കും പോലെ സൃഷ്ടികർമ്മം നടത്താൻ മത്സരിക്കുന്നവർ, ഒരു സൃഷ്ടിക്ക് സൃഷ്ടികർമ്മം നടത്താൻ പോകുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? ഖൽഖി, ഞാൻ സൃഷ്ടിച്ചതുപോലെ അള്ളാഹു സൃഷ്ടിച്ച മയിലിനെ കണ്ട് അതേ രൂപത്തിൽ മയിലിനെ ഉണ്ടാക്കുക. പ്രതിമ അല്ലേ? വളരെ കൃത്യമായിട്ട് ജീവിക്കുന്ന കുതിരയാണോ എന്ന് തോന്നും ചില പ്രതിമകളൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ. എന്നെ പോലെ ഉണ്ടാക്കാൻ മത്സരിക്കുന്നവർ ധൈര്യം ഉണ്ടെങ്കിൽ ഒരു ചോളം, ഒരു വിത്ത്, ഒരു ഗോതമ്പിന്റെ മണി അവരൊന്നും ഉണ്ടാക്കട്ടെ. ധൈര്യമുണ്ടെങ്കിൽ ഉണ്ടാക്ക. സാധ്യമല്ല അല്ലേ? ഒറിജിനലി സാധ്യമല്ല. പിന്നെ എന്തിനാ നിങ്ങൾ കുതിരകളെയും മയിലുകളെയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? അവിടേക്ക് നിങ്ങൾ എന്തായാലും എത്തൂല. ഒരു ഗോതമ്പിന്റെ മണി പോലും ഒറിജിനൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റൂല. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ജോലികളൊന്നും ചെയ്ത് അവൻ ജീവിക്കരുത്. ആരോ കൂട്ടത്തിലുണ്ടെങ്കിൽ വിഷമിക്കരുത്, പെട്ടെന്ന് പിന്മാറണം. കരകൗശലം ബിരുദാക്കിയിട്ട് അങ്ങനെ ജീവിക്കുന്ന കുറേ ആളുകളുണ്ട്. വേണ്ട, ഈ ജോലി നമുക്ക് നല്ലതല്ല. കൂടാതെ കഴിയില്ലെങ്കിൽ, വലിയ കലാവാസന ഉള്ള ആളാണ്, എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വിമർശിച്ചപ്പോൾ സഹാബത്ത് പറഞ്ഞു, നബിയെ, വല്ലാത്ത മനസ്സിൻ്റെ ഒരു ദാഹമാണ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. ഇൻകുന്ത ലാ ബുദ്ദ ഫഅഇല, മുത്തുനബി പറഞ്ഞു, കൂടാതെ കഴിയൂലെങ്കിൽ ഫസ്നഇ ശജറ, നല്ല ഭംഗിയുള്ള മരങ്ങൾ നിർമ്മിച്ചോ, ജീവനില്ലാത്ത സാധനങ്ങൾ, നല്ല മരങ്ങൾ ഉണ്ടാക്കിക്കോ. വമാലാ നഫ്സ ലഹു, ആത്മാവില്ലാത്ത സാധനങ്ങൾ നിർമ്മിച്ചോ. സയ്യിദുനാ റസൂലുള്ളാഹി. ചിത്രപ്പണിക്കാർ 3 വിഭാഗമുണ്ടെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്ന. ഒന്നാരാ? ബിംബാരാധകർക്ക് വേണ്ടി വിഗ്രഹങ്ങളെ ചെത്തിക്കൂർപ്പിച്ചുണ്ടാക്കുന്ന മനുഷ്യന്മാർ. വിഗ്രഹങ്ങളെ ചെത്തിക്കൂർപ്പിച്ചുണ്ടാക്കുന്നതിന് വിഗ്രഹാരാധകർക്ക് ആരാധിക്കാൻ വേണ്ടിയിട്ട്. ഫഹാദ കാഫിറുൻ വഹുവ അശദ്ദു അദാബ. അയാളെ സംബന്ധിച്ച് തീരുമാനം പറഞ്ഞത് അങ്ങനെയാണ്. ശക്തമായ അദാബാണ്, അതോടൊപ്പം തന്നെ നിഷേധിയുമാണ്. പിന്നെ മറ്റൊന്ന്, അള്ളാഹുവിനോടൊപ്പം എത്താൻ, അള്ളാഹു ഉണ്ടാക്കിയതിനേക്കാൾ ഭംഗിയാക്കിയിട്ട് അല്ലെങ്കിൽ അതിനോടൊപ്പം എത്താൻ എൻ്റെ സൃഷ്ടി വൈഭവത്തിനാവും എന്ന് ഞെളിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ വെല്ലുവിളിച്ച് നടത്തുന്നവർ, അവനും ദീനിൽ നിന്ന് പുറത്തു പോകും. അവൻ ഫഹുവ കാഫിറുൻ വഹുവ അശദ്ദു അദാബ.
ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന് വ്യാഖ്യാനം നൽകി ഇമാം നവവി ശറഹ് മുസ്ലിമിൽ എഴുതുകയാണ്. മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്, ഇബാദാത്തും മുലാഹാത്തും ലക്ഷ്യമല്ല എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യലും എൻ്റെ ലക്ഷ്യമല്ല, ആരെ കൊണ്ട് ആരാധിപ്പിക്കലും എൻ്റെ ലക്ഷ്യമല്ല, എന്നാ അള്ളാഹിനോട് ഒപ്പത്തുക എന്നുള്ള മത്സര ബുദ്ധിയുമില്ല. പിന്നെന്താ, അവൻ്റെ ഒരു ടൈം പാസിന് ഇങ്ങനെ ചെയ്യുന്നു, ഒരു മാനസികോല്ലാസത്തിന് വേണ്ടി ഇങ്ങനെ നിർമ്മിക്കുന്നു, അള്ളാഹുവിനെ തോൽപ്പിക്കാൻ വേണ്ടിയല്ല. അവൻ ഫാസിഖുൻ, അവൻ ദുർമാർഗിയും സാഹിബു ദംബിൻ കബീർ, വന്തോഷിയുമാണ്. വലാ യുകഫറു, അവൻ കാഫിറാണെന്ന് പറയൂല, മറ്റു പാപങ്ങൾ ചെയ്തവനെ പോലെ തന്നെ. വളരെ ഗൗരവമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മൾ ഉൾക്കൊള്ളാൻ തയ്യാറാവണം എന്നെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പ്രത്യേകം പറയട്ടെ. ഏതു വിഷയവും ഇങ്ങനെ തന്നെയാണ്. ഒരു ഈച്ചയെപ്പോലും അല്ലാഹുവല്ലാതെ നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാധനങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഈച്ചയെപ്പോലും പടക്കാൻ കഴിയില്ല. യാ അയ്യുഹന്നാസ് ളുരിബ മസൽ, ഓ ജനങ്ങളെ, നിങ്ങളുടെ മുമ്പിൽ ഇതാ ഒരു തെളിഞ്ഞ ഉദാഹരണം. ളുരിബ മസൽ, ഒരു ഉദാഹരണം ഇതാ നീണ്ടു നിവർന്ന് കിടക്കുന്നു. ഫസ്തമിഊ ലഹ്, ആ ഉദാഹരണത്തിലേക്കൊന്ന് ചെവിയോർക്കൂ, കാതോർക്കൂ, ഒന്ന് ചെവി കൊടുക്കൂ. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളില്ലേ, ലൻ യഖ്ലുഖൂ ദുബാബ, ഒരു ഈച്ചയെപ്പോലും അവർ പടക്കൂല. വലവിജ്തമഊ ലഹു, ആ ഒരു ഈച്ചയെ പടക്കാൻ അവരെല്ലാവരും ഒത്തു സമ്മേളിച്ചാലും നടക്കൂല, എല്ലാരും ഒത്തുകൂടിയാലും നടക്കൂല. വഇയസ്ലുബുഹുമുദ്ദിബാബു ഷൈആ, ആ വിഗ്രഹങ്ങളിൽ നിന്നൊരു ഈച്ച വല്ലതും തട്ടിയെടുത്തു കൊണ്ടുപോവുകയാണെങ്കിൽ ലാ യസ്തൻഖിദൂഹ്, ആ ഈച്ചയിൽ നിന്നതിനെ രക്ഷിക്കാനും പറ്റില്ല. പാലും തേനും ഒഴുക്കിക്കൊടുത്ത വിഗ്രഹങ്ങളുടെ മുകളിൽ നിന്ന് ആ പാലും തേനും കുടിച്ച് പറക്കുന്ന ഈച്ചയോട് അതിങ്ങ് താ എന്ന് പോലും പറയാൻ കഴിയില്ല. എത്ര സമർത്ഥമായിട്ടാണ് ഖുർആൻ കാര്യങ്ങൾ പറയുന്നത്. ലാ യസ്തൻഖിദൂഹു മിൻഹു, ഈച്ചയിൽ നിന്ന് അത് വാങ്ങാൻ, തിരിച്ചു വാങ്ങാൻ കഴിയില്ല. ലഉഫത് ത്വാലിബു വൽ മത്ലൂബ്, ഈ വസ്തുക്കളോട് അർത്ഥിക്കുന്നവനും അർത്ഥിക്കപ്പെടുന്നവനും പരമദുർബലൻ തന്നെ. ലഉഫത് ത്വാലിബു വൽ മത്ലൂബ്, അവിടെ ബഹുദൈവാരാധന യുക്തിപത്രമല്ലെന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം അല്ലാഹു അല്ലാത്ത ആളുകൾ ഒരു വസ്തുവിനെ പോലും സൃഷ്ടിച്ചിട്ടില്ല എന്ന പാഠം നൽകുന്നു സൂറത്തുൽ ഹജ്ജ് 73. ഇഴജന്തുക്കളും നാൽക്കാലികളും ഇരുകാലികളും എല്ലാം സൃഷ്ടിച്ചത് അല്ലാഹു തന്നെ. എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അല്ലാഹു. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ആയത്തിൽ സൂറത്തുൻ നൂറിന്റെ 45-ാം വചനത്തിൽ അല്ലാഹു ഈ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഷയം ഇനിയും ഒരുപാട് പറയാനുള്ളതുകൊണ്ട് ഞാൻ വിഷയം സംസാരിക്കാൻ സമയമുണ്ടാകൂലേ എന്ന് കരുതിയിട്ട് അത് ചുരുക്കുകയാണ്. ചുരുക്കിയെങ്കിലേ വിഷയം നടക്കൂ. ഒരുപാട് പറയാനുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഈ വിഷയത്തെക്കുറിച്ച് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ വസ്തുക്കളെയും സൃഷ്ടിച്ചത് അവനാണ്. 2 കാലുള്ളത്, 4 കാലുള്ളത്, പിന്നെ അള്ളാഹുവിന് മാത്രം അറിയാവുന്ന, അള്ളാഹു ഉദ്ദേശിച്ചത്ര കാലുകളുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം ഭൂമിയിൽ 2ഉം 4ഉം കാലുള്ളത് മാത്രമല്ല ഉള്ളത്. 6 കാലുള്ളതുണ്ട്, 8 കാലുള്ളതുണ്ട്, 1000 കാലുള്ള ജീവികൾ എല്ലാം ഉണ്ട് ഭൂമിയിൽ. പല സാധനങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് ഭൂമിയിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുക്കിയിരിക്കുന്ന, സൃഷ്ടിച്ചിരിക്കുന്ന ജന്തുലോകത്തെക്കുറിച്ചൊരു പരാമർശം ചെറുതായി അല്ലാഹു പറഞ്ഞതാണ്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. അതെന്താ? അൽ ഗഫാറു ജല്ല ജലാലു. അൽ ഗഫാറു ജല്ല ജലാലു. അൽഹംദുലില്ലാ, ഈ ഒരു ചർച്ച, അൽ ഗഫാറു ജല്ല ജലാലു എന്ന ചർച്ച കഴിഞ്ഞ് പിരിയുമ്പം നമുക്ക് അതുകൊണ്ട് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു ഗുണമുണ്ട്. ആ ഒരു ചർച്ച ഇവിടെ നടത്തുമ്പം അതും കൂടെ കഴിഞ്ഞിട്ട് ഇന്ന് തൽക്കാലം നമ്മൾ സദസ്സ് സ്വലാത്തും ചൊല്ലി പിരിയേണ്ടി വരും. അൽ ഗഫാറു ജല്ല ജലാലു എന്താ അതിൻ്റെ അർത്ഥം? ധാരാളം പൊറുക്കുന്ന റബ്ബ്. അൽഹംദുലില്ലാ, അവസാനം വെച്ച ആ ഒരു ചർച്ചയാകുമ്പോൾ പോകുമ്പോൾ നമുക്ക് ദുആ ചെയ്യുമ്പോൾ നല്ല ആത്മാർത്ഥത ഉണ്ടാവും. എത്ര വലിയ പാപങ്ങൾ നാം ചെയ്തിട്ടുണ്ടെങ്കിലും, എത്ര മലയോളം പാപം ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലാഹു പൊറുക്കും. അല്ലാഹു പൊറുക്കാത്ത ഒന്നുമില്ല. എന്തൊരു പ്രതീക്ഷയാണ് മുഅ്മിനീങ്ങളെ ഈ നാമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്.
അൽ ഗഫാറു ജല്ല ജലാലു, ധാരാളം പൊറുക്കുന്ന റബ്ബ്. ഇതേ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ഗാഫിർ എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. ഇതേ അർത്ഥത്തിൽ തന്നെ ഗാഫിർ എന്ന് വന്നിട്ടുണ്ട്, ഗഫൂർ എന്ന് വന്നിട്ടുണ്ട്, ഗഫാർ എന്നും വന്നിട്ടുണ്ട്. ഗാഫിർ എന്നത് സൂറത്തു ഗാഫിറിൽ ഒരു തവണ വന്നു, ഗാഫിർ പൊറുക്കുന്നവൻ. അതാ ഗഫൂർ, ഗഫൂർ 91 തവണ ഖുർആനിൽ ഗഫൂർ എന്ന് വന്നിട്ടുണ്ട്, ധാരാളം പൊറുക്കുന്നവൻ. ഗഫാർ എത്ര വട്ടവും പൊറുക്കുന്നവൻ. ഗഫാർ എല്ലാം പൊറുക്കുന്നവൻ. ഗഫൂർ, ഗഫാർ എത്ര തവണയും പൊറുക്കുന്നവൻ. ഗഫാർ, ഗാഫിർ, ഗഫൂർ, ഗഫാർ ഇതൊക്കെ ഈ അർത്ഥത്തിൽ വന്നതാണ്. പക്ഷേ അതിൽ അസ്മാഉൽ ഹുസ്നയിൽ നാം എണ്ണി വരുന്നത് ഒന്ന് മാത്രമാണ്, അൽ ഗഫാറു ജല്ല ജലാലു. അപ്പൊ നമ്മൾ ആ വഴിക്ക് പോവുക, അൽ ഗഫാറു ജല്ല ജലാലു. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു ഇത് മൂന്നാണ്, ഗാഫിർ, ഗഫൂർ, ഗഫാർ. പഠിക്കുക, അൽഹംദുലില്ലാഹ്, അത് നമുക്ക് ഉപകാരം ചെയ്യും, നമ്മുടെ മനസ്സിനെ മാറ്റും. അൽ ഗാഫിർ എന്ന് പറഞ്ഞാൽ എന്താ? പൊറുക്കുന്നവൻ. പൊറുക്കുന്നവൻ എന്ന് പറയാൻ മുഴുവൻ പൊറുക്കണം എന്നില്ല, ഭാഗികമായി പൊറുത്താലും പൊറുക്കുന്നവൻ എന്ന് പറയാം. നിങ്ങൾക്കൊരാള് 1000 റുപ്യ തരാനുണ്ട്, നിങ്ങൾ 500 വാങ്ങിയിട്ട് അയാളുടെ കഷ്ടപ്പാടും വിഷമവും സങ്കടവും ഒക്കെ കണ്ടിട്ട് നിങ്ങൾ 500 വാങ്ങിയിട്ട് 500 വേണ്ട മോനെ എന്ന് പറഞ്ഞു. ഇതിനിപ്പോൾ പൊരുത്തപ്പെട്ടു കൊടുക്കുക എന്ന് പറയാം. നിങ്ങളെപ്പറ്റി പൊറുക്കുന്നവനും സഹിക്കുന്നവനും എന്ന് പറയാം. ഭാഗികമായി പൊറുക്കുക. നിങ്ങളെ ദ്രോഹിച്ചതിന്റെ പേരിൽ ഒരാൾക്ക് കോടതി വിധിച്ചു 4 വർഷത്തെ തടവ്, കഠിന തടവ്. നിങ്ങൾ കോടതിയോട് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി അത് 2 കൊല്ലാക്കി ചുരുക്കി കൊടുക്കണം. നിങ്ങൾ അയാളോട് പൊറുക്കുന്നയാൾ എന്ന് നിങ്ങളെപ്പറ്റി പറയാ, ഭാഗികമായി പൊറുത്താൽ. ഇതാണ് അൽ ഗാഫിറു ജല്ല ജലാലു അല്ലദീ യഗ്ഫിറു ബഅദ ദുനൂബ്. ചില പാപങ്ങൾ പൊറുക്കുക. 1000 തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 500 എണ്ണം പുറത്തു കൊടുത്താലും ഗാഫിറ. ഇനിയോ അൽ ഗഫൂറു ജല്ല ജലാലു, ഇമാം ഗസാലി പറയുന്നു അല്ലദീ യഗ്ഫിറു ജമീഅ ദുനൂബ്, മുഴുവൻ പാപങ്ങളും പൊറുക്കുമ്പോഴേ ഗഫൂർ എന്ന് പറയാൻ പറ്റുള്ളൂ. ചെയ്തോടത്തോളം പൊറുക്കുക. ഇനി എന്താ ഗഫാറിന് ചാൻസ്? നമ്മൾ ഗഫാറിന് ഒരു ചാൻസ് കാണുന്നില്ല, അത് ഒരു പടിയും കൂടെ മുമ്പിലാണ്. കാരണം അറബി ഭാഷ അറിയുന്നവർക്ക്, ഉസ്താദുമാർക്ക് ഇത് വേഗം തിരിയും. കാരണം ഗാഫിർ എന്നതിനേക്കാൾ അക്ഷരമുണ്ട് ഗഫൂർ എന്ന് പറഞ്ഞതിൽ, അതിനേക്കാൾ അക്ഷരമുണ്ട് ഗഫാർ എന്ന് പറഞ്ഞതിൽ. അപ്പൊ ഈ അക്ഷരങ്ങൾ കൂടുന്തോറും, ശൈലികൾ മാറും തോറും അതിന് അർത്ഥഗാംഭീര്യവും കൂടും. അപ്പൊ ഈ ഗഫാറിന് അർത്ഥം എന്താ? 1000 തെറ്റും ഒരിക്കൽ അവന് പുറത്തു കൊടുത്തു, പിന്നെയും അവൻ അതുപോലെ 1000 ഉണ്ടാക്കി വെച്ചാലോ പിന്നെയും പൊറുക്കും. ഇതാണ് അൽ ഗഫാറു ജല്ല ജലാലു. ഇത് അല്ലാഹുവിന് മാത്രമേ സാധിക്കൂ, ഭൂമിയിൽ ഒരു പടപ്പിനും സാധിക്കില്ല. പടച്ചോന് മാത്രമേ ഇത് സാധിക്കൂ, പടപ്പുകൾക്ക് കഴിയില്ല. എന്താ കാരണം? ഞാനും നിങ്ങളും ഭാഗികമായിട്ട് പൊറുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംഭവമാണ്. നമ്മുടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞ്, ആ കുഞ്ഞിനെ എട്ടും പൊട്ടും തിരിയാത്ത 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയ ഒരു കുഞ്ഞു പൈതലിനെ ഒരു ഞരമ്പ് രോഗി കൊണ്ടുപോയി പീഡിപ്പിച്ചു, കൊന്നു. നമ്മൾ കേസ് കൊടുത്തു, ഇയാൾക്ക് കഠിന തടവ് നിശ്ചയിക്കപ്പെട്ടു. നമ്മളത് പകുതി അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു. 8 കൊല്ലമുള്ളത് 4 കൊല്ലം മതി എന്ന് പറഞ്ഞു. നമ്മളെപ്പറ്റി ഗാഫിർ എന്ന് പറയാം. എങ്ങനെ? അള്ളാഹുവിനെ പറ്റി പറയുന്ന രൂപത്തിലല്ല. അത് ശരി തന്നെയാണ്, അള്ളാഹുവിനെ പോലെ നമ്മൾ ഗാഫിറാകൂല. വിഷയം തിരിയാൻ വേണ്ടി പറയാം. നമ്മളെപ്പറ്റി പൊറുക്കുന്നവൻ എന്ന് പറയാം. കാരണം നല്ല മനസ്സുണ്ടെങ്കിലേ അതിന് സാധിക്കുള്ളൂ. എന്നാൽ ഇനി ഒരാൾ എന്ത് ചെയ്തു? വേണ്ട, എൻ്റെ മകൾ എന്തായാലും കൊല്ലപ്പെട്ടു, എന്തിനവനെ കഷ്ടപ്പെടുത്തണം? ഒരു വീണ്ടു വിചാരം അവന് വന്നൊന്ന് നന്നാവാൻ തോന്നിയെങ്കിലോ? എന്നെപ്പോലെയുള്ളവരുടെ നല്ല മനസ്സ് കണ്ടിട്ട് 8 കൊല്ലവും മാപ്പാക്കി കൊടുത്തു. വേണ്ട, കിടത്തണ്ട, ഇറക്കി വിട്ടേക്ക് എന്ന് പറഞ്ഞു. ഇറക്കി വിട്ടു. ഗഫൂർ എന്ന സ്ഥാനത്തെത്തി. പക്ഷേ പിറ്റേന്ന് ഇയാൾ എന്ത് ചെയ്തു? നിങ്ങൾ അടുത്ത കുട്ടി സ്കൂളിൽ പോകുമ്പോൾ അതിനെയും പിടിച്ച് പീഡിപ്പിച്ചു, കൊന്നു. നിങ്ങൾ വിടുവോ? ഇനി പൊറുക്കാൻ നിങ്ങൾക്ക് ആവൂല. സത്യമാണ്, നമ്മളെ കൊണ്ട് ആവൂല. ഇനി നമുക്ക് സഹിക്കാൻ കഴിയാത്തൊരു മാറ്ററാ. അപ്പോഴാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു പിന്നെയും പൊറുക്കും. അൽ ഗഫാറു ജല്ല ജലാലു. നിങ്ങൾക്ക് എന്തൊരു സ്നേഹം തോന്നുന്നില്ലേ പടച്ചോനോട്? അതിർവരമ്പുകളില്ലാത്ത സ്നേഹം തോന്നുന്നില്ലേ? ഇതാണിത് പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണം. അൽ ഗാഫിറു ജല്ല ജലാലു, അൽ ഗഫൂറു ജല്ല ജലാലു, അൽ ഗഫാറു ജല്ല ജലാലു. ഇമാം
ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ ഗഫാറു അല്ലദീ യഗ്ഫിറു ജമീഅ ദുനൂബി മറത്തൻ ബഅദ മറ. എത്ര തവണയും പൊറുക്കും, ആവർത്തിച്ച് പൊറുക്കുന്നവനാണ് അൽ മഖ്സിദുൽ അസ്ന എന്ന ഇമാം ഗസാലിയുടെ ഗ്രന്ഥത്തിന്റെ മുഖദ്ദിമയിൽ ആമുഖത്തിൽ മഹാനവറുകൾ ഇത് എഴുതുന്നുണ്ട്. ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണുക, 3 സ്റ്റെപ്പ് മനുഷ്യർക്കുണ്ട്. അള്ളാഹുവിനോട് അക്രമം പ്രവർത്തിച്ച അക്രമി, അള്ളാഹുവിനോട് അതിക്രമം പ്രവർത്തിച്ച അതിക്രമി, ഒന്നും കൂടെ പരിധി വിട്ട് പരാക്രമം കാണിച്ച പരാക്രമി. ഇതിന് അറബിയിൽ എന്ത് പറയാം? ലാലിം, ലലൂം, ലല്ലാം എന്ന് പറയാം. അക്രമിയും അതിക്രമിയും പരാക്രമിയും ഉണ്ടാകും അള്ളാഹുവിനോട് അക്രമം കാണിച്ചവരിൽ. അപ്പോൾ ലാലിമായവനോട് പൊറുക്കാൻ ഗാഫിറായ റബ്ബ്, ലലൂമിനോട് അതിക്രമിയോട് പൊറുക്കാൻ ഗഫൂറായ റബ്ബ്, പരാക്രമിയോട് പൊറുക്കാൻ ഗഫാറായ റബ്ബ്. ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ നന്നാക്കട്ടെ. ഇമാം റാസി റളിയല്ലാഹു അൻഹു അഭിപ്രായപ്പെടുകയാണ്, ദുന്യാവിലും ആഖിറത്തിലും നമ്മളെ വഷളാക്കാതെ കാത്തു രക്ഷിക്കുക ഇതാണ് അള്ളാഹുവിന്റെ പണി. അള്ളാഹു എടുത്തുകൊണ്ടിരിക്കുന്ന പണിയതാണ്. യാ ഗാഫിറു യാ ഗഫൂറു യാ ഗഫാറു യാ അല്ലാഹ്. പടച്ചവനെ അറിഞ്ഞു അറിയാതെയും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായി ഈ വന്നിരിക്കുന്നവരും ഈ പറയുന്ന ഞാനും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. പടച്ചവനെ പൊറുക്കണേ അല്ലാ, ഞങ്ങളോട് പൊറുക്കണേ അല്ലാ, ഞങ്ങളോട് പൊറുക്കണേ അല്ലാ. ഇന്ന് മുതൽ ഞങ്ങളെ ജീവിതം ഒന്ന് ചേഞ്ച് ചെയ്തൊന്ന് മാറ്റിത്തരണം റഹ്മാനെ. തികഞ്ഞ പക്ഷാതാപമുണ്ടെങ്കിൽ തിന്മകളെപ്പോലും അള്ളാഹു നന്മകളാക്കി കൊടുക്കും. അല്ലാഹ് തൗബ അങ്ങ് സ്വീകരിച്ചാൽ അവൻ ചെയ്ത വേണ്ടാത്തരങ്ങളുടെ സ്ഥാനത്ത് പോലും അവനെ രക്ഷിക്കണമെങ്കിൽ, നന്മ ഫിറ്റ് ചെയ്യണമെങ്കിൽ അത് അല്ലാഹു ചെയ്തു തരുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്. അവരുടെ തിന്മകൾ തന്നെ നന്മകളാക്കി കൊടുക്കും. നമ്മൾ ചെയ്ത വേണ്ടാത്തരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നന്മയാക്കി തരും. കള്ളം പറഞ്ഞതിന് സത്യം പറഞ്ഞ കൂലി തരാൻ അതിനെന്ത് ചെയ്യണം? ആ രൂപത്തിൽ അല്ലാഹു സ്വീകരിക്കണം. എല്ലാവർക്കും കിട്ടുന്ന ആനുകൂല്യമല്ല, കിട്ടുന്ന ഉറപ്പിച്ചുകൊണ്ട് ചെയ്യാനും പറ്റൂല. കാരണം തൗബ സ്വീകരിക്കണ്ടേ, നസൂഹായ തൗബ ചെയ്യണ്ടേ, ഗുണമൊത്ത തൗബ ചെയ്യണ്ടേ, അപ്പോഴല്ലേ ഇത് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് സംഭവിച്ചു പോയവരോട് ഞാൻ പറയുന്നത്, ഇതും പ്രതീക്ഷക്ക് വകയുള്ളതാണ്. നസൂഹായ തൗബ ചെയ്യ, കരഞ്ഞ് കണ്ണു കലക്കി പടച്ചവനോട് സങ്കടം പറ. അഥവാ റബ്ബ് അതങ്ങ് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത കുറ്റങ്ങൾക്കും കൂടെ നിങ്ങൾക്ക് കൂലി കിട്ടും. അങ്ങനെ തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ചുരുക്കം ചില ഭാഗ്യവാന്മാരുണ്ട്. ഇതെല്ലാവർക്കും ഉള്ള ഓഫർ അല്ല കേട്ടോ, തെറ്റിദ്ധരിച്ചു പോയത്. ഇത്തരം സംഗതികളൊക്കെ പറഞ്ഞ അപകട. എന്ത് തെറ്റും ചെയ്യുക, അവസാനം കണ്ട് തൗബ ചെയ്താൽ ആ തെറ്റിനും കൂടെ കൂലി കിട്ടുമെങ്കിൽ വലിയ കാര്യമാണല്ലോ. അങ്ങനെ മനസ്സിലാക്കരുത്. ഇതെല്ലാവർക്കും ഉള്ള ഓഫറല്ല. നബിതങ്ങൾ പറഞ്ഞു, ചുരുക്കം ചിലർക്ക് കിട്ടും. അത് ആ പക്ഷാതാപത്തിൻ്റെ കടുപ്പത്തിനനുസരിച്ചാണ്. അത്രയും കരഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇയാളെ രക്ഷിക്കാൻ ഇത് നന്മയാക്കി കൊടുക്കാൻ ഞാൻ നിവൃത്തിയുമില്ല, എന്നാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്താക്കി കൊടുക്കും. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ ഒരു ഹദീസ് പറഞ്ഞു. ഒരടിമ തൻ്റെ കിതാബ് ഇങ്ങനെ വായിക്കും. കിതാബ് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് അതിലൊരുപാട് വശങ്ങൾ, ഇവൻ ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ. അപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇവന് പാപങ്ങൾ പുറത്തു കൊടുത്ത ആളാ. പക്ഷേ ആയിഷ ബീവിയോട് റസൂലുള്ള പറഞ്ഞതുപോലെ ദാക്കല്ലാറുള്ളു ഫഖത്ത് എന്ന് പറഞ്ഞില്ലേ, ഒരു പ്രദർശനം മാത്രം, ഒരു മിന്നൽ പ്രദർശനം മാത്രം അള്ളാഹു നടത്താൻ തീരുമാനിച്ചിരിക്കുക. ഈ മനുഷ്യൻ്റെ തെറ്റുകുറ്റങ്ങൾ ഇതൊക്കെ പുറത്തു കൊടുത്തതാണ്. അപ്പം മലക്കുകളോട് പറയും, ഇഅ്രിളൂ അലൈഹി, ആദ്യത്തെ മിന്നൽ പ്രദർശനം നിങ്ങൾ നടത്തേണ്ടത്, അയാൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത് സിഗാറ ദുനൂബിഹി, അയാളുടെ കൊച്ചു കൊച്ചു പാപങ്ങളാണ്. വലുതൊന്നും എടുത്ത് പുറത്തിടല്ലേ, കൊച്ചു കൊച്ചു പാപങ്ങൾ, അത് വേണമെങ്കിൽ ഒന്നാണ് കാണിച്ചു കൊടുത്ത ആളാണ്. അപ്പം ചെറുതൊക്കെ ഇങ്ങനെ വായിക്കും വരും. അപ്പം നിന്നിങ്ങനെ വിറക്കുക, പടച്ചോനെ അതൊക്കെ എന്ത് ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ, ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളാണ് ഇപ്പോൾ ഈ എണ്ണുന്നതൊക്കെ. ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, ഞാൻ മനുഷ്യനെ കൊന്നിട്ടുണ്ട്, ഞാൻ കട്ടിട്ടുണ്ട്. അപ്പോഴാണ് ഇവിടെ റോട്ടിലൂടെ എങ്ങോ പോകുമ്പോൾ ഒന്ന് ഇടങ്കണ്ണിട്ട് വാൽക്കണ്ണ് കൊണ്ട് എങ്ങോട്ടോ നോക്കിയത് ഇവിടെ വായിക്കുന്നത്. ഇതിലും വലുത് എന്തൊക്കെ പറയാനുണ്ട് പടച്ചോനെ, അതൊക്കെ ഇനി വരുമല്ലോ, ഇതിൽ തന്നെ ഞാൻ നാണം കെട്ടെങ്കിൽ ഇനി അതൊക്കെ വായിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുക എന്നുള്ള നിലക്ക് ഇവനിങ്ങനെ ചമ്മി അത് കേട്ടുകൊണ്ടിരിക്കുക. എല്ലാം കഴിഞ്ഞിട്ട് കിതാബൊക്കെ അടച്ചു. എന്താ നിനക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? പടച്ചോനെ ഞാൻ ചെയ്തത് തന്നെയാണ്,
എനിക്ക് ഒഴി കഴിവുകളൊന്നും പറയാനില്ല, ഞാൻ ചെയ്തത് തന്നെയാണ്. പിന്നെന്താ നിനക്ക് ഇനി ന്യായങ്ങൾ വല്ലതും പറയാനുണ്ടോ? ഒരു ന്യായവും പറയാനില്ല പടച്ചോനെ. അപ്പം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയത്രേ, മലക്കുകളെ വിളിച്ചിട്ട്, മലക്കുകളെ, ആ പാപത്തിന് ഞാൻ പുറത്തു കൊടുത്തതാ. ഈ മഹാപാപിക്ക് ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. അയാൾ നല്ല തൗബ ചെയ്തിട്ടായിരുന്നു ദുന്യാവെന്ന് വന്നത് മരിക്കുന്നതിന് മുമ്പ്. അതുകൊണ്ട് ഞാൻ പുറത്തു കൊടുത്തിട്ടുണ്ട്. ഇജാലൂ ഹസനത്തൻ മകാന കുല്ലി സയ്യിഅ, അയാളുടെ മുഴുവൻ തിന്മകളുടെയും സ്ഥാനത്ത് നിങ്ങളൊരു ഹസനത്ത്, ഹസനത്ത് ഇങ്ങനെ ആഡ് ചെയ്യൂ, അള്ളാഹുവിന്റെ കൽപ്പന ചേർത്ത് കൊടുക്കൂ. ഇതങ്ങ് പറയുമ്പോഴേക്ക് ഈ മനുഷ്യൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാം, അപ്പം അവനെ ഒന്ന് ഹൃദ്യമായിട്ടൊന്ന് ചിരിച്ചിട്ട് പറയരുത്തര, പക്ഷേ ഇതൊന്നും അല്ലട്ടോ, വേറെയും കുറെയൊക്കെ ഞാൻ ചെയ്തിരുന്നു. കണ്ടാ, ആദ്യം ഇയാളിത് പറയാതിരുന്നത് വഷളാകുമെന്ന് കരുതിയിട്ടാ. ഇത് തിന്മ നന്മയാകുകയാണെന്ന് കാണുമ്പോൾ ഇയാൾ പറയും, പടച്ചോനെ ഞാൻ ഇതിലും വലുതൊക്കെ ചെയ്തിട്ടുണ്ട്, അതും കൂടെ നന്മയാക്കാൻ പറ്റുമെങ്കിൽ. ഇത് വായിച്ചതിൽ വിട്ടുപോയതാണോ അള്ളാഹുവിനോട്? അള്ളാഹു പറയുന്നു, അല്ല, നിന്റെ അഭിപ്രായം അറിയാൻ വേണ്ടി ചെയ്തതാണ്, അത് മുഴുവനും അങ്ങ് നന്മയാക്കിയേക്ക്. ഇത് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ ചിരിച്ചു. ഹത്താ ബദത് നവാജിദുഹു, ഹബീബിന്റെ അണപ്പല്ല് കാണുന്ന രൂപത്തിൽ ചിരിച്ചു. അള്ളാഹുവിന്റെ ഹബീബ് എന്ത് പറഞ്ഞാൽ പൊറുക്കാന്ന് കണ്ടപ്പോൾ അവന്റെ കോലം മാറിയതേ, അത് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി ചിരിച്ചു. അപൂർവമായിട്ടേ റസൂലുള്ളാഹി അങ്ങനെ ചിരിക്കാറുള്ളൂ, അണപ്പല്ല് കാണുന്ന രൂപത്തിൽ, അല്ലെങ്കിൽ പുഞ്ചിരിച്ച് അവസാനിപ്പിക്കും. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. എത്ര നല്ല ഒരു റബ്ബ്, എത്ര വലിയ പാപിയായാലും അവൻ പുറത്തു തരും. ഈ പ്രതീക്ഷ വലിയ ഒരു വിഷയമാണ്. ഇതാണൊരു മഹാൻ പാടിയത്, യാ റബ്ബി ഇൻ അദുമതു ദുനൂബി കസ്റതൻ ഫലഖദ് അലിംതു ബിഅന്ന അഫ്വക അഅ്ളമു ഇൻ കാന ലാ യർജൂക ഇല്ലാ മുഹ്സിനു ഫമനില്ലദീ യദ്ഉ വയർജുൽ മുജ്രിമൂ മാലി ലൈക വസീലത്തുൻ ഇല്ലർ റജാ വജമീലു അഫ്വിക സുമ്മ ഇന്നി മുസ്ലിമൂ. ഒരു കവി ഇങ്ങനെ പാടിയതാണത്. റബ്ബേ, യാ റബ്ബി നദുമതു ദുനൂബി കസ്റതൻ, റബ്ബേ എൻ്റെ അരുതായ്മകൾ, എൻ്റെ അപരാധങ്ങൾ എണ്ണിയാൽ തീരാത്തത്ര വലിയ തോതിൽ തന്നെ ഉണ്ടെങ്കിലും, വലിയ തെറ്റുകുറ്റങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും, എണ്ണിയാൽ ഒടുങ്ങാത്ത എണ്ണമറ്റ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, ഫലഖദ് അലിംതു ബിഅന്നാസു വഖഅ്ളമു, നിന്റെ മാപ്പ് അതിലേറെ വലുതാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ടല്ലാ. എന്നാ ഇനി ഒരു വിഷയം, ഇൻകാന ലാ യർജൂക ഇല്ലാ മുഹ്സിനു, നല്ലവർക്കേ നിന്നെ പ്രതീക്ഷിക്കാൻ അവകാശമുള്ളൂവെങ്കിൽ, നല്ലവർക്കല്ലാതെ നിന്നെ പ്രതീക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ, ഫമനില്ലദീ യദ്ഉ വയർജുൽ മുജ്രിമൂ, പടച്ചോനെ തെറ്റുകുറ്റങ്ങൾ ചെയ്ത കുറ്റവാളികൾ, എന്നെപ്പോലെയുള്ള അരുതായ്മകൾ പ്രവർത്തിച്ചവർ ആരോട് ദുആ ചെയ്യും? ആരെയാണ് അവർക്ക് പ്രതീക്ഷിക്കാനുള്ളത്? പടച്ചവനെ തള്ളല്ല അല്ലാഹ്. മാലീലൈക വസീലത്തുൻ ഇല്ലർ റജാ, പ്രതീക്ഷയല്ലാതെ നിന്നിലേക്ക് സമർപ്പിക്കാൻ അമലുകളൊന്നും ഇവിടെയില്ല. വസീല, അമല് ചെയ്തത്, ഞാൻ ഇന്ന സ്വതക്ക ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബർക്കത്ത് കൊണ്ട് പൊറുക്കണേ എന്ന് പറയാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. നിസ്കാരത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് പൊറുക്കണേ എന്ന് പറയാൻ ഞാൻ നിസ്കരിച്ചിട്ടില്ല. നിന്നെ പറ്റിയുള്ള നല്ല പ്രതീക്ഷയല്ലാതെ എനിക്കൊന്നുമില്ല. അതുകൊണ്ട് വജമീലു അഫ്വിക്, നിന്റെ ഭംഗിയുള്ള മാപ്പുമല്ലാതെ, സുമ്മ ഇന്നി മുസ്ലിമൂ, പിന്നെ ഞാൻ ഒരുറച്ച മുസ്ലിമാണ് അല്ലാ, അതല്ലാതെ എനിക്കൊന്നും പറയാനില്ല. ഈ മഹാപാപിയോട് പൊറുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തു. ഇനി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ദുആ സ്വീകരിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ഇൻഷാ അല്ലാഹ് ഇതിന് സമാനമായ നാമങ്ങൾ അടുത്ത ചർച്ചയിൽ നമുക്ക് വരുമ്പോൾ അവിടെ വെച്ച് പറയലായിരിക്കും ഗുണം. എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്, ദുആയിനെ പറ്റി ഒരു ദിവസം കൂടുതൽ പറയണം. കാരണം ഇന്ന് ഈ വൈകിയ സമയത്തത് പറഞ്ഞാൽ തീരുകയില്ല. ഇനി 8 മിനിറ്റേ ഉള്ളൂ, അതിനുള്ളിൽ പ്രഭാഷണം ഒതുങ്ങണം. അതുകൊണ്ട് പ്രാർത്ഥനയെപ്പറ്റി പറയാൻ പറ്റുന്ന മറ്റു നാമങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞാൻ ആ വിഷയങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അതാ റബ്ബിന് വഴി വിട്ടുപോയ ഒരു അടിമ തിരിച്ചു വരുമ്പോൾ അല്ലാഹു ഏറെ സംതൃപ്തനാണ് ആ വിഷയത്തിൽ. എത്രത്തോളം സംതൃപ്തനാണെന്നറിയോ?
ആ ഒരൊറ്റ സംഭവം പറഞ്ഞു നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു പറഞ്ഞു, അല്ലാഹു അശദ്ദു ഫറഹൻ ബിതൗബതി അബ്ദിഹിൽ മുഅ്മിൻ മിൻ റജുലിൻ ഫീ അർളിൻ ദവിയത്തിൻ മഹ്ലിക മഅഹു റാഹിലതുഹു അലൈഹാ തആമുഹു വശറാബുഹു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമ, തെറ്റുകുറ്റങ്ങൾ ചെയ്ത ഒരടിമ അള്ളാഹുവിലേക്ക് പടച്ചോനെ പൊറുക്കണേ എന്നും പറഞ്ഞ് രണ്ടാമത് ഖേദിച്ചു മടങ്ങി വരുമ്പോ അള്ളാഹുവിന് വലിയ സന്തോഷമാണ്. ആരെക്കാളേറെ സന്തോഷമാണ്? ഒരു വലിയ മൈതാനത്ത്, ഒരു വലിയ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യൻ. നബി ഒരു ഉദാഹരണമായിട്ട് പറയാം, നമ്മൾ ആ ഉദാഹരണം ആദ്യമാണ് പറയാം. ഒരു മനുഷ്യൻ ഒരു മരുഭൂമിയിൽ ഒറ്റപ്പെട്ടു. വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യാം. മരുഭൂമികളുടെ അവസ്ഥ ആദ്യം മനസ്സിലാക്കണം. അപ്പോഴേ ഈ ഉദാഹരണം ശരിക്ക് ഫിറ്റാവുള്ളൂ. മനസ്സിലേക്ക് ഇത് ബോധ്യപ്പെടണമെങ്കിൽ റസൂലുള്ളാഹി പറഞ്ഞു, ഇത്ര വലിയൊരു സംഭവമാണെന്ന് ബോധ്യപ്പെടണമെങ്കിൽ മരുഭൂമിയിൽ നിന്നൊരാൾക്ക് വാഹനം നഷ്ടപ്പെട്ടാൽ അയാൾ മരിക്കല, വേറെ മാർഗമൊന്നുമില്ല. അന്നത്തെ കാലത്ത് പ്രത്യേകിച്ച്, ഇപ്പോൾ തന്നെ സുഹൃത്തുക്കളെ അങ്ങനെയാണ്. ഒരു സഹോദരൻ ആട് വിസക്ക് പോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് കുടുങ്ങിയ കഥ ജിദ്ദയിൽ നിന്നൊരു സഹോദരൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അയാൾ പോയി 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ അറബി വരിക, കാട്ടറബി. ഒരു സംസ്കാരവും ഇല്ലാത്തവൻ ഇങ്ങോട്ട് അവിടെ കൊണ്ടുപോയിട്ടിട്ട് കുറച്ച് വെള്ളം കാരക്കയും കൊണ്ടുപോയിടും. ഇവിടുന്ന് പോയപ്പോൾ പറഞ്ഞിരുന്നത് വീട്ടിലിട്ട് ഭക്ഷണം കൊടുക്കുകയാണ് ആടിനെന്നൊക്കെയാണ്. പിന്നെ മരുഭൂമി കയറണം എന്നുള്ളത്, മരുഭൂമിയിൽ കൊണ്ടിടുക എന്നുള്ള അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ 2 ആഴ്ച കൂടെ കഴിയണം ഒരു മനുഷ്യൻ വരണമെങ്കിൽ. അയാൾ പറഞ്ഞു, അറബി ഒന്ന് വന്ന് പോകുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്, അയാൾ ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ അയാളുടെ പുറം കാണുമ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും, ഇനി ഒരു മനുഷ്യനെ കാണണമെങ്കിൽ 2 ആഴ്ച കഴിയണം. അത്രയും വിഷമാണ് മരുഭൂമിയുടെ നടുക്ക്. ഞാനും കുറേ ആടുകളും മടുത്തു ജീവിതം. ഒരു തവണ 4 മാസമായപ്പോൾ അയാളോട് ശമ്പളം വാങ്ങി. ശമ്പളവും തന്നില്ല, അത് പിന്നെ നിർബന്ധിച്ചു വാങ്ങി. അങ്ങനെ അവിടെ നിന്ന് ചാടുക എന്ന് തീരുമാനിച്ചു. അയാൾ കെട്ടും ബാണ്ടും എടുത്തിട്ട് ചാടുകയാണ്. ആടുകളൊക്കെ അവിടെ ഇട്ട് അയാൾ പോന്നു. പോരുന്ന സമയത്ത് ഇയാൾ എങ്ങോട്ടെങ്കിലും ഒരു പുറപ്പാട് കിട്ടണമല്ലോ. മരുഭൂമിയിൽ നടക്കുക, ഒരു പിടുത്തവും ഇല്ല, ഒരു അധീനവും ഇല്ല, വെറുതെ നടക്കുക. നടന്ന് കുഴങ്ങി. ഇയാളുടെ കൈവശം കാരക്കയുണ്ട് സഞ്ചിയിൽ. വിശക്കുമ്പം തിന്നാൻ കാരക്കയുണ്ട്, ദാഹിക്കുമ്പം കുടിക്കാൻ വെള്ളവും ഉണ്ട്. അത് രണ്ടും സ്റ്റോക്ക് ചെയ്തിട്ട് അയാൾ പോരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഉദാഹരണത്തിൽ ഇതൊന്നുമില്ല. അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോഴാണ് നബി തങ്ങളുടെ ഉദാഹരണം എത്രമാത്രം കടുപ്പാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അങ്ങനെ ഈ മനുഷ്യൻ പറയുന്നു, ഞാൻ നടന്ന് ക്ഷീണിച്ചു, ഒരു എക്സിറ്റ് കിട്ടണ്ടേ, ഒരു പുറപ്പാട് കിട്ടുന്നില്ല. അവസാനം അകലെ എന്തോ ഒരു ഇലയനക്കം പോലെ, ആളനക്കം പോലെ തോന്നി. അവിടെ ഒരു അനക്കം ഉണ്ട് എന്നിങ്ങനെ തോന്നി, ആളനങ്ങുന്നത് പോലെ. അവിടെ എന്തോ മനുഷ്യന്മാരാരോ ഉണ്ട്, അവിടെ പോയിട്ട് റോട്ടിലേക്ക് വഴി അന്വേഷിക്കാം എന്ന് കരുതിയിട്ട് ഞാൻ നടന്നു. ഇത് മരുഭൂമി കിടന്ന് കറങ്ങുക. ഇയാൾ ഈ വിവരമൊന്നും അറിഞ്ഞില്ല. അങ്ങനെ വന്ന് ആ ആളനക്കം ലക്ഷ്യം വെച്ച്, അടയാളം വെച്ച് ഞാൻ വന്നു. അതാ വന്ന് എത്തി നോക്കുമ്പോൾ എത്രയോ സമയമെടുത്ത് ഞാൻ യാത്ര ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഓടാൻ ശ്രമിച്ച ആട്ടിൻകൂട്ടിലേക്ക് തന്നെയാ തിരിച്ചു വന്നത്. ഈ സഹോദരൻ എന്നോട് പറഞ്ഞ ഒരു വേദനാജനകമായ ഒരു ചിത്രമാണിത്. എന്തായിരിക്കും ആ മനുഷ്യന്റെ മനസ്സുകളൊന്ന് വായിച്ചു നോക്ക്. ഈ ആട്ടിൻകൂട്ടിൽ രക്ഷപ്പെടാനാ പോയത്. മണിക്കൂറുകൾക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ എത്തി, വളഞ്ഞു തിരിഞ്ഞ് ഇങ്ങോട്ട് തന്നെ എത്തിയതാണ്. പിന്നെയും ആത്മധൈര്യം കൈവിടാതെ നടന്നു. അവസാനം ഒരു റോട്ടിൽ ചാടി, മക്ക റോട്ടിൽ ചാടി ഹറമിലേക്കൊരു വണ്ടി കിട്ടി. അങ്ങനെ അയാൾ രക്ഷപ്പെട്ട കഥ എന്നോട് പറഞ്ഞു. ഞാൻ പറയുന്നത്, ഇപ്പോൾ ഏറെക്കുറെ റോഡുകളും കാര്യങ്ങളൊക്കെ വന്ന കാലത്ത് തന്നെ മരുഭൂമി ഇത്രയും പ്രയാസമുള്ള ഒന്നാണെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തുള്ള മരുഭൂമി ഒന്ന് ആലോചിച്ച് നോക്ക്. ആ മരുഭൂമിയിൽ ഒരാളുടെ ഭക്ഷണം, വെള്ളം, വസ്ത്രം, യാത്രാ സാമഗ്രികൾ എല്ലാം അയാളുടെ ഒട്ടകപ്പുറത്ത്. ഒരു സ്ഥലത്ത് ഇയാൾ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങി. മരുഭൂമിക്ക് നടുക്ക് വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നല്ല ക്ഷീണമുണ്ട്. അയാളൊരു മരത്തിൽ അങ്ങനെ ചാരി അങ്ങനെ കിടന്നു, അതിലങ്ങ് ഉറങ്ങിപ്പോയി. തൊട്ട് മുന്നിൽ വാഹനം നിർത്തിയിട്ടിരുന്നു ഒട്ടകം. എഴുന്നേറ്റ് നോക്കുമ്പോൾ വാഹനം കാണാനില്ല. പച്ച വെള്ളം കുടിക്കാൻ കിട്ടൂല, കാരണം എല്ലാം വാഹനപ്പുറത്താണ്, എല്ലാം ഒട്ടകത്തിന്റെ പുറത്ത് വെച്ച് കെട്ടിയിരിക്കുക. ഇനി എന്ത് ചെയ്യും? ഇയാൾ എഴുന്നേറ്റിട്ട് ഇങ്ങനെ നടന്നു. എൻ്റെ ഒട്ടകം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടി കുറേ അലഞ്ഞു തിരിഞ്ഞു നടന്നു. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, കലശലായ ദാഹം വന്നു. അവസാനം ഇയാൾ തീരുമാനിച്ചിനി മരിക്കും, കുടിക്കാൻ വെള്ളമില്ലല്ലോ. നേരത്തെ പറഞ്ഞ സഹോദരന് വെള്ളം ഉണ്ടായിരുന്നു.
അപ്പൊ അയാൾ ഒരു തീരുമാനം എടുത്തു, അർജിഉ ഇലാ മക്കാനില്ലദീ കുന്തു ഫീഹി ഫഅനാമു ഹത്താ അമൂത്. ഇമാം മുസ്ലിം ഒരുപാട് തവണ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു തവണ റിപ്പോർട്ട് ചെയ്തതാണ് ഞാൻ ഈ വായിക്കുന്നത്. കാരണം എന്താ, ഈ വായിക്കുമ്പോലെ ചിലപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും മുമ്പ് ഈ ഹദീസ് കേട്ടിട്ടുണ്ടെങ്കിൽ അത്രത്തോളം അതിലില്ലല്ലോ എന്ന് സംശയിക്കരുത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിലൊരു വാക്ക് പോലും കൂടുതലില്ല. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതാ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു റിപ്പോർട്ട് പ്രകാരമാണ് ഈ പറയുന്നത്. അർജു ഇലാ മക്കാനില്ലദീ കുന്തു ഫീഹി, ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന അതേ സ്ഥലത്തേക്ക് തന്നെ പോകട്ടെ, ആ മരത്തിന്റെ ചുവട്ടിലേക്ക്. എന്നിട്ട് അവിടെ പോയിട്ട് കിടന്നുറങ്ങി, ഹത്താ മൂത, മരിക്കുന്നത് വരെ അവിടെ കിടക്കാം. മരിക്കാൻ വേണ്ടി അയാൾ കിടക്കാൻ തീരുമാനിച്ചു വരിക. അവിടെ കിടന്നാണ് മരിക്കാം, എന്നാലും തണലത്ത് കിടന്ന് മരിക്കാലോ. അങ്ങനെ ഇയാൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു. ഫവളഅ റഅസഹു അലാ സായിദിഹി, അതേ തലക്ക് കൈവച്ചു. തലയിണയില്ലല്ലോ, അപ്പൊ കൈ ഇങ്ങനെ മടക്കി വെച്ചു, ആ കയ്യിൽ കിടന്നു. അള്ളാന്റെ റസൂൽ ഇങ്ങനെ പറയാ, എന്തിനാ കിടന്നത്? ലിയമൂത്ത, മരിക്കാന്നുള്ള നിയ്യത്തിലാ അയാൾ കിടന്നത്. അപ്പൊ അയാൾ അങ്ങ് ഉറങ്ങിപ്പോയി. നല്ല ക്ഷീണമുണ്ട്, നടന്ന് ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി. ഫസ്തൈഖള, പിന്നെ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. ഉണർന്നു നോക്കുമ്പോ ഇൻദഹു റാഹിലതുഹു, അയാളുടെ ഒട്ടകം, അയാളുടെ വാഹനം അതാ വിനയപൂർവ്വം അയാളുടെ മുമ്പിൽ വന്ന് മുട്ടും കുത്തി ഇങ്ങനെ നിൽക്കുന്നു. അലൈഹാ, ആ വാഹനപ്പുറത്ത് നോക്കുമ്പോൾ സാദുഹു വ തഅമുഹു വ ശറാബുഹു, അയാളുടെ യാത്രാ സാമഗ്രികൾ, ഭക്ഷണം, വെള്ളം, വസ്ത്രം എല്ലാം അതിലുണ്ട്, അതിന്റെ പുറത്തുണ്ട്. കാണുമ്പോ ഫല്ലാഹു അശദ്ദു ഫറഹം ബിതൗബതി അബ്ദിൽ മുഅ്മിൻ, ദാ കണ്ട സമയത്ത്, ഇതിങ്ങോട്ട് കണ്ട സമയത്ത് ഇയാൾ ചാടി എഴുന്നേറ്റിട്ട് ഒട്ടകത്തിന്റെ മൂക്കയറങ്ങ് പിടിച്ചു. ഇനി നഷ്ടപ്പെടരുത് എന്ന് കരുതിയിട്ട് ഒട്ടകത്തിന്റെ മൂക്കയറങ്ങ് പിടിച്ചു. നഷ്ടപ്പെട്ടു പോയ ഒട്ടകം മരിക്കാൻ ഉറപ്പിച്ച ഘട്ടത്തിൽ തിരിച്ചു കിട്ടിയപ്പോൾ ഈ മനുഷ്യൻ ഖദ് അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹ്, സന്തോഷാധിക്യം കൊണ്ട് ഇയാൾ പിഴച്ചുപോയി. അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, സന്തോഷാധിക്യം കൊണ്ട് ഇയാൾ പിഴച്ചു പറഞ്ഞു. എന്ത്? അല്ലാഹുമ്മ അൻത അബ്ദീ വ അന റബ്ബുക്, അല്ലാഹുമ്മ അൻത അബ്ദീ വ അന റബ്ബുക്, പടച്ചവനെ നീ എൻ്റെ അടിമയാണ്, ഞാൻ നിന്റെ ഉടമയാണ്. ഇത് പിഴച്ച് പറഞ്ഞതാ സന്തോഷാധിക്യം കൊണ്ട്. സന്തോഷം അല തല്ലുമ്പോൾ എന്തൊക്കെയാ പറയാന്നറിയില്ല, അങ്ങനെ പിഴച്ചതാണ്. സത്യത്തിൽ ഇയാൾ അള്ളാഹുവിന് നന്ദി പറഞ്ഞതാ. പടച്ചോനെ നീ എൻ്റെ ഉടമയാണ്, ഞാൻ നിന്റെ അടിമയാണ്. അല്ലാഹുമ്മ അൻത റബ്ബി വ അന അബ്ദുക്, ഇതാ പറയേണ്ടത്. അത് തല തിരിഞ്ഞു. അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക് എന്നായി. സന്തോഷാധിക്യം കൊണ്ട് അത്രയും വലിയ സന്തോഷം ഉണ്ടായതിന്. സന്തോഷം അല തല്ലുമ്പോൾ അത്ര വലിയ പിഴവുകളൊക്കെ കുടുങ്ങും. കാരണം ഈ ഹദീസ് വിശദീകരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരാറുള്ളൊരു സംഗതിയുണ്ട്. ഞങ്ങൾ മർക്കസു സഖാഫത്തി സുന്നിയയിൽ നിന്ന് ഞാൻ പാസ്സായി ഇറങ്ങുന്ന ആ വർഷത്തിൽ, സഖാഫികളെല്ലാവരും ഉണ്ട്, എല്ലാവരും പാസ്സായി ഇറങ്ങുന്ന ആ വർഷം, അന്ന് ഒരു സെൻഡ് ഓഫ്, യാത്രയപ്പ് അവിടെ ഉള്ള കുട്ടികളും ഉസ്താദുമാരും ഞങ്ങൾക്ക് നൽകുമ്പോൾ, അന്ന് യാത്രയപ്പിൽ ഞങ്ങളുടെ ബാച്ചിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ ഒരാൾക്ക് അവസരം കിട്ടി. ഒരു സഖാഫിക്ക്, പ്രഗത്ഭനായ ഒരു സഖാഫിയാണ്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, ഇത് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയാം. അന്ന് അദ്ദേഹം ഈ സന്തോഷാധിക്യം കൊണ്ട് ഉസ്താദുമാരുടെ മുമ്പിൽ ഉസ്താദുമാർക്കും സ്ഥാപനത്തിന്റെ അതോറിറ്റിക്കും നന്ദി പറയുമ്പോൾ ഇയാൾ പറഞ്ഞൊരു വാക്കുണ്ട്, അത് മറക്കാൻ കഴിയാത്തൊരു സംഗതിയാണ്. എപ്പോഴും ഓർക്കും. ഈ ഹദീസ് വായിക്കുമ്പോൾ തന്നെ എനിക്കത് ഓർമ്മ വരും. ഖദ് അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫറഹ് അല്ലാഹുമ്മ അൻത അബ്ദീ വ അന റബ്ബുക്. അങ്ങനെയൊക്കെ സംഭവിക്കും. കാരണം ഇയാൾ പറഞ്ഞു, ഈ യാത്രയപ്പ് ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഉപദേശ നിർദ്ദേശങ്ങൾ തന്ന ഉസ്താദുമാരോട് ഞങ്ങൾക്ക് ഒരുപാട് കടപ്പാടുകളുണ്ട്, നിങ്ങളെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ സമയത്ത് പറയാനുള്ളത് ഒരൊറ്റ വാക്കാണ്, വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചുണ്ടാക്കിയ ഓരോ ഹർഫിൻ്റെയും എണ്ണം കണ്ട് നിങ്ങളുടെ ഹസനത്ത് വർദ്ധിക്കാൻ വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യും. എങ്ങനെയുണ്ട്? ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചുണ്ടാക്കിയ ഓരോ ഹർഫിൻ്റെയും എണ്ണം കണ്ട് നിങ്ങളുടെ ഹസനത്ത് വർദ്ധിക്കാൻ വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യും. സദസ്സ് മൊത്തം പൊട്ടിച്ചിരിച്ചു. അപ്പോഴും ഇയാൾക്ക് തിരിഞ്ഞില്ല എന്തിനായി ചിരിക്കുന്നത്. കാരണം ഇയാളുടെ മനസ്സിലുള്ളത് അതല്ല. സന്തോഷാധിക്യം കൊണ്ട് വായിലൂടെ എന്താ പറയുന്നത് എന്നറിയാത്തത് കൊണ്ടാണ്. സന്തോഷം അല തല്ലുമ്പോൾ വലിയ അബദ്ധങ്ങൾ, ഭീമാബദ്ധങ്ങൾ സംഭവിക്കും. അതിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ അൻത അബ്ദീ വ അന റബ്ബുക്. വളരെ കറക്റ്റാണ്. ആ ഉദാഹരണം ഇതുമായിട്ട് വളരെ പൊരുത്തപ്പെടുന്നുണ്ട്. കാരണം നിങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചുണ്ടാക്കിയ എന്ന് പറയേണ്ടത് ഞങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചുണ്ടാക്കിയെന്നായി. ഇയാളുടെ മനസ്സുപോലെ ചിരിച്ചിട്ടും ഇയാൾക്ക് പിടുത്തം കിട്ടുന്നില്ല, എന്താ സംഭവം. സദസ്സ് മുഴുവനും ചിരിച്ചിട്ടും ഒരു പിടുത്തവും കിട്ടുന്നില്ല, എന്താ അബദ്ധമാണ് എനിക്ക് പറ്റിയത്. അയാളുടെ വിഷയത്തിൽ അപ്പോഴും അയാൾ പറഞ്ഞത് ശരിയാ. അപ്പം എന്നതുപോലെ അല്ലാഹുമ്മ അൻത അബ്ദീ വ അന റബ്ബുക്,
എന്ന് ഇയാൾ പറഞ്ഞു. അത്രത്തോളം ഇയാളുടെ സന്തോഷം അലതല്ലി. ഈ മനുഷ്യന് ഇനി കിട്ടൂല എന്നുറപ്പിച്ച ഈ ഒട്ടകത്തെ തിരിച്ചു കിട്ടുമ്പോ എത്ര സന്തോഷമുണ്ടായിട്ടുണ്ടോ, ഇതിലേറെ സന്തുഷ്ടനാണ് 60 വയസ്സ് വരെ കുടിച്ച് പിടിച്ച് മതിച്ച് നടന്ന ഒരു മനുഷ്യന്. എത്ര പറഞ്ഞിട്ടും നന്നാവുന്നില്ല. ഒരുപാട് വയലും കേട്ടു, പ്രസംഗവും കേട്ടു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവനെ കണ്ടത് 60 വയസ്സും നന്ദികേട് കാണിക്കുന്നവനായിട്ടാണ്. ഇനി ഈ അടിമ സ്വർഗത്തേക്ക് പോകാനുള്ള ഒരു അവസരം തരൂല, നരകത്തിൽ തന്നെ ഇടേണ്ടി വരും എന്ന് കരുതുമ്പോഴാണ് 60ാമത്തെ വയസ്സിൽ ഇയാൾ ഇങ്ങനെ കയറി വരുന്നത്. പടച്ചോനെ പറ്റിപ്പോയി, പൊരുത്തപ്പെട്ട് തരണേ. 60 വയസ്സ് വരെ കൂത്താടി നടന്നിട്ട് 60 വയസ്സ് വരെ തനിക്ക് കൈവിട്ടുപോയെന്ന് കരുതിയ അടിമ അവസാന നിമിഷം പടച്ചോന്റെ അടുത്തേക്ക് മരിക്കുന്നതിൻ്റെ മുമ്പ് റൂഹ് തൊണ്ടൻകുയിലെത്തിയാൽ സ്വീകരിക്കൂല, പടിഞ്ഞാറ് നിന്ന് സൂര്യൻ ഉദിക്കാൻ തുടങ്ങിയാലും സ്വീകരിക്കൂല. അതുവരെ തൗബ സ്വീകരിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ സന്തുഷ്ടനാണ്. എന്നാലും അവസാന കാലത്തെങ്കിലും എന്നോട് കണ്ണ് കലക്കി പറഞ്ഞ് നരകത്തിലിടാതെ സ്വർഗത്തിൽ കടത്താനുള്ള അവസരം എൻ്റെ ഈ അടിമ തന്നല്ലോ. അള്ളാഹുവിന് വലിയ സന്തോഷമാണ്. ഇതാണ് സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞത്. ഈ മനുഷ്യനേക്കാളേറെ കിട്ടൂല എന്നുറപ്പിച്ച ഒട്ടകത്തെ തിരിച്ചു കിട്ടുമ്പോഴുള്ള സന്തോഷത്തെക്കാളേറെ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് പോർച്ചിൽ നിന്ന് വലിയൊരു കാറ് കളവ് പോയി, എല്ലാ അന്വേഷണവും കഴിഞ്ഞു, ഇനി തിരിച്ചു കിട്ടൂല, അത് പൊളി മാർക്കറ്റിൽ എവിടെ എത്തി പൊളിഞ്ഞ് പാർട്സായി വിൽക്കപ്പെട്ടു എന്നൊക്കെ നിങ്ങൾ ഉറപ്പിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിച്ചിരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളൊരു സുപ്രഭാതത്തിൽ സുബഹി നിസ്കരിച്ച് പുറത്തിറങ്ങുമ്പോൾ നിങ്ങളെ പോർച്ചിൽ കാറ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പോർച്ച് സിറ്റ് ഔട്ടിലേക്ക് ചാവി വെച്ച് പോയിരിക്കുന്നു കള്ളൻ. ഇത് കാണുമ്പോൾ നിങ്ങൾക്കെന്തൊരു സന്തോഷം ഉണ്ടാകും. ഒരിക്കലും കിട്ടൂല എന്നുറപ്പിച്ച ഈ വാഹനം തിരിച്ചു കിട്ടുമ്പോൾ ഇതിലേറെ വലിയ സന്തോഷമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തിരിച്ചു കിട്ടൂല എന്നുറപ്പിച്ച അടിമയെ തിരിച്ചു കിട്ടുമ്പോൾ അല്ലാഹു വളരെ സന്തുഷ്ടനാണ്. അതുകൊണ്ട് വേദനിക്കണ്ട. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പലർക്കും ഇത്തരത്തിലുള്ള മഹാ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. കുടിച്ചും പിടിച്ചും മതിച്ചും നടന്നവർ മരിക്കുന്നതിൻ്റെ തലേന്നങ്ങ് നന്നാവും. അന്നത്തെ 5 വക്ത് നിസ്കാരം നിസ്കരിച്ച് പിറ്റേന്ന് അയാൾ മരിക്കുന്നു. അല്ലാഹുവേ, പാപങ്ങൾ പൊറുപ്പിച്ച് മരിക്കാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇനി ബാക്കി ഭാഗം നാളെ ഇൻഷാ അല്ലാഹ് ചർച്ചക്കെടുക്കാം. അൽഹംദുലിർറഹ്മാൻ അശ്ശുക്റു ലിൽ ഫർദാൻ യാ ബാരി അൻസിൽ അലൈനാ മതറം മിനൻ നിഅമ ഖത്റം മിനർ റഹ്മാൻ നദ്ഉക യാ ദൽ ജലാൽ നദ്ഉക യാ ദൽ ജലാൽ. അൽഹംദുലിർറഹ്മാൻ അശ്ശുക്റു ലിൽ ഫർദാൻ യാ ബാരി അൻസിൽ അലൈനാ മതറം മിനൻ നിഅമ ഖത്റം മിനർ റഹ്മാൻ നദ്ഉക യാ ദൽ ജലാൽ നദ്ഉക യാ ദൽ ജലാൽ. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. ما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وهو القاهر فوق عباده ويرسل عليكم حفظا حتى إذا جاء أحدكم الموت
إذا جاء أحدكم الموت توفته رسلنا وهم لا يفرطون ثم ردوا إلى الله مولاهم الحق ألا لهم الحكم وهو أسرع الحاسبين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم واعلموا أمة سيدنا ومولانا محمد من شغله القرآن وذكري عن مسألتي أعطيته أفضل ما أعطي السائلين. قال نبيكم صلى الله عليه وسلم عن الرب الكريم സർവാദരണീയരായ ഉസ്താദുമാരെ, മഹൽ വ്യക്തിത്വങ്ങളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം ഇപ്പോൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചത് എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ചെറുതായി ഒന്ന് തൊട്ടു നോക്കിയ അസ്മാ ഉൽ ഹുസ്നയിലെ 15 നാമങ്ങൾ ദശദിന പ്രഭാഷണം കൊണ്ട് 33 നാമങ്ങളാണ് ചർച്ച ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത്. 3 വർഷം കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ സംരംഭം പൂർത്തീകരിക്കണമെന്നാണ് മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. 3 വർഷം എന്ന് പറയുന്നില്ല, 3 പ്രോഗ്രാമുകളെ കൊണ്ട്. ആ 33 നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇനിയും 18 നാമങ്ങളെക്കുറിച്ച് നാം ചർച്ച ചെയ്യണം. 16ാമത്തെ നാമം അൽ ഖഹാറു ജല്ല ജലാലു എന്ന അതിമഹത്തായ നാമമാണ്. വിഷയവൈപുല്യവും സമയപരിമിതിയും കണക്കിലെടുത്തുകൊണ്ട് ആമുഖങ്ങളൊന്നുമില്ലാതെ നേരെ വിഷയത്തിലേക്ക് പ്രവേശിച്ച് സംസാരിക്കുകയാണ്. അള്ളാഹു പറയാനും കേൾക്കാനും
എല്ലാറ്റിലുമുപരി പറയുന്നതും കേൾക്കുന്നതും രണ്ടു കൂട്ടർക്കും ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. 16ാമത്തെ നാമമായ അൽ ഖഹ്ഹാറു ജല്ല ജലാലു, അൽ ഖുദ്ദൂസു ജല്ല ജലാലു, അൽ ജബ്ബാറു ജല്ല ജലാലു എന്നതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ അസ്മാഉൽ ഹുസ്നയിലെ 99 നാമങ്ങളും കൃത്യമായി ചൊല്ലിയാൽ സ്വർഗം ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണർത്തിയ 99 നാമങ്ങളും അതിനപ്പുറമുള്ള അതിരുകളില്ലാത്ത അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മറ്റു നാമങ്ങളും എല്ലാം 3 അച്ചുതണ്ടിൽ കിടന്നുകൊണ്ട് കറങ്ങുകയാണ് എന്ന് ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ജലാല്, ജമാല്, കമാല്. അള്ളാഹുവിൻ്റെ ഒരു പേരിനും അള്ളാഹുവിൻ്റെ ഉദാത്തമായ ഒരു നാമത്തിനും ഈ മൂന്നാലൊരു ഗുണമില്ലാത്ത ഒന്നുമില്ല. ജലാൽ, ജമാൽ, കമാൽ. സമ്പൂർണതയും അതുപോലെ തന്നെ സൗന്ദര്യവും ഗാംഭീര്യവും, ഇത് മൂന്നും മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത് അസ്മാഉൽ ഹുസ്നയുടെ ഓരോ നാമങ്ങളിലും നമുക്ക് കാണാം എന്ന് കഴിഞ്ഞ പ്രഭാഷണങ്ങളിലൊക്കെ പറഞ്ഞതാണ്. ഇതും അൽ ഖുദ്ദൂസു ജല്ല ജലാലു പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ, അൽ ജബ്ബാറു ജല്ല ജലാലു എന്നത് പറഞ്ഞപ്പോൾ പറഞ്ഞതുപോലെ ഇതും ജലാലിയത്തിനെ സൂചിപ്പിക്കുന്ന നാമമാണ്. അൽ ഖഹ്ഹാറു ജല്ല ജലാലു, അൽ ഖഹ്ഹാറു ജല്ല ജലാലു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? എല്ലാം കീഴടക്കി ഭരിക്കുന്നവൻ, അടക്കി വാഴുന്നവൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അൽ ഖുദ്ദൂസ്, അൽ ജബ്ബാർ എന്ന പദങ്ങൾക്കൊക്കെ അത് ധ്വനിപ്പിക്കുന്ന അർത്ഥം അതതിൻ്റെ ശബ്ദത്തിലും കൂടെ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ശബ്ദവും. അൽ ഖഹ്ഹാറു ജല്ല ജലാലു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അടക്കി ഒതുക്കി ഭരിക്കുന്നവനാണ്. ഇതിന്റെ അർത്ഥം വിശദീകരിച്ചുകൊണ്ട് പണ്ഡിത ലോകം പറയുന്നത് കാണാം. ഖഹ്ഹാർ എന്ന ഈ പദം വിശുദ്ധ ഖുർആനിൽ 6 തവണയാണ് വന്നിട്ടുള്ളത്. അതേ അർത്ഥത്തിൽ തന്നെയുള്ള ശബ്ദത്തിൽ അത്ര സ്ട്രോങ് തോന്നിക്കാത്ത ഒരു പദമാണ് യഥാർത്ഥത്തിൽ ഖാഹിർ എന്ന പദം. അതും വിശുദ്ധ ഖുർആനിൽ 2 തവണ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്താണ് ഈ ഖാഹിർ, ഖഹ്ഹാർ എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം? പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഹുവല്ലദീ ഖളഅത് ലഹുർ റിഖാബ് വദല്ലത് ലഹുൽ ജബാബിറ വഅനത് ലഹുൽ വുജൂഹ് വഖഹറ കുല്ല ശൈ വതവാളഅത് ലിഅظമതി ജലാലിഹി വകിബ്രിയാഇഹി അൽ അശ്യാഉ കുല്ലുഹാ. അൽ ഹാഫിദ് ഇബ്നു കസീർ അതിന് കൊടുത്ത അർത്ഥം അങ്ങനെയാണ്. അല്ലാമ അൽ ഹാഫിദ് ഇബ്നു കസീർ എന്താ അർത്ഥം കൊടുത്തത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ഒരാൾക്കും തലക്കനം കാണിക്കാൻ സാധിക്കില്ല. അതിന്റെ ആശയമാണ് പറയുന്നത്. എല്ലാ കഴുത്തും അവിടെ കുനിയും. അള്ളാഹുവിന്റെ മുമ്പിൽ ഗർവോടെ അഹങ്കാരത്തോടെ പൊക്കിപ്പിടിക്കുന്ന ഒരു തലയും ഉണ്ടാവില്ല. എല്ലാ പിരടികളും കഴുത്തും അള്ളാഹുവിന്റെ മുമ്പിൽ കുനിയും. പോക്കിരി വർഗം അള്ളാഹുവിന്റെ മുമ്പിൽ അടിയറവ് പറയും. വദല്ലത് ലഹുൽ ജബാബിറ, എല്ലാ മുഖങ്ങളും അള്ളാഹുവിന്റെ മുമ്പിൽ അവരവരുടേതായ ആ നിന്ദ്യത പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും. എല്ലാ വസ്തുക്കളെയും അടക്കി ഭരിക്കുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ
ആ പ്രൗഢമായ ഗാംഭീര്യത്തിന് മുമ്പില് ലോകത്ത് ഒതുങ്ങിക്കൊടുക്കാത്ത ഒരു ശക്തിയുമില്ല. എല്ലാ ശക്തികളെയും ഒതുക്കുന്നവനും അടക്കുന്നവനുമാണ് അല്ലാഹു. ഇതാണ് അൽ ഖഹാറു ജല്ല ജലാലു. ഈ ഇസ്മിനെ പറ്റി പഠിക്കുമ്പോൾ, ഈ പേരിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഈ നാമത്തിന്റെ അർത്ഥം പഠിക്കുമ്പോൾ ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ഗുണം എന്താണ്? എല്ലാ ദിവസവും നാം നടത്തിയതുപോലുള്ള ഒരു ചർച്ച. ഖഹാർ എന്ന് പറയുന്ന ഈ നാമത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ മനസ്സിൽ എന്തൊരു ഗുണമാണ് ഇതുണ്ടാക്കുക? ഇതിന്റെ ആശയം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ അങ്ങ് രൂഢമൂലമായാൽ മേൽക്കോയ്മയും അഹങ്കാരവും ഹുങ്കും ഗർവും അവന്റെ ഹൃദയത്തിൽ നിന്ന് പമ്പ കടക്കും. കാരണം അല്ലാഹു മാത്രമാണ് അൽ ഖാഹിറു ജല്ല ജലാലു, അൽ ഖഹാറു ജല്ല ജലാലു എന്നൊരാൾ വിശ്വസിക്കുന്നതോടുകൂടി പിന്നെ അയാൾക്ക് മനസ്സിലായി, ഈ ഒരാശയം എനിക്ക് പറ്റില്ല. എല്ലാവരെയും അടക്കി വാഴുക എന്ന ഒരാശയം എനിക്ക് ചേർന്നതല്ല എന്ന് മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ മുമ്പിൽ കൊച്ചാകാൻ തയ്യാറാവുകയും ചെയ്യും. അതാണ് അതിന്റെ ഗുണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് കാണാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അല്ലാഹു ഖാഹിറാൻ. അതുകൊണ്ട് തന്നെ അവനൊരാളും വലിപ്പമേറുകയില്ല. അല്ലാഹുവിന്റെ മുമ്പിൽ വലിയവരായി ആരുമില്ല. അല്ലാഹു അക്ബർ എന്ന മുദ്രാവാക്യം, ആ മുദ്രാവാക്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതോടുകൂടെ ഇനി അല്ലാഹുവിന്റെ മുമ്പിൽ അവനേക്കാൾ വലിയവരായി ഒരാളുമില്ല. എല്ലാവരും പടച്ച റബ്ബിന്റെ മുമ്പിൽ അവർ തലകുനിക്കേണ്ടി വരും. അല്ലെങ്കിൽ നാളെ പടച്ച റബ്ബ് മഹ്ശർ വൻ സഭയിൽ വെച്ച് എല്ലാ പോക്കിരി വർഗത്തെ കൊണ്ടും ഇത് സമ്മതിപ്പിച്ച് പറയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാണ് ഇന്ന് അധികാരം എന്ന് സമ്മതിപ്പിച്ച് പറയിപ്പിക്കും. നോക്കൂ നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞതിൽ ഏറ്റവും വലിയ കീഴ്പ്പെടുത്തൽ ചിത്രം കാണുന്നത് മരിക്കാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യരെ മരിപ്പിക്കുന്നതിലാണ്. അവിടെയാണ് കീഴടങ്ങുന്നതിന്റെ ഏറ്റവും നല്ല ചിത്രം. ആർക്കായി ഭൂമിയിൽ നിന്ന് മരിക്കാൻ ഇഷ്ടമുള്ളത്? ഒരു കുട്ടിക്കും മരിക്കാൻ ഇഷ്ടമില്ല. എന്നാൽ ഇന്ന് വരെ ഒരു പോക്കിരിക്കും മരിക്കാതിരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഫറോവ മരിച്ചിട്ടുണ്ട്, ഖാറൂൻ മരിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. അവരെ കുറിച്ചൊക്കെ ആ കഥകളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ഒതുങ്ങാത്തവരാരുമില്ല. വലിയ ആകാര വലിപ്പമുണ്ടായിരുന്ന ആദ് സമൂഹം ഒരു കാറ്റടിപ്പിച്ചിട്ട് അള്ളാഹു അവരെ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. സമൂദ് ഗോത്രത്തെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. എല്ലാവരെയും അള്ളാഹു തആല ഇരുത്തേണ്ടിടത്ത് ഇരുത്തിയിട്ടുണ്ട്. ധിക്കാരവും അഹങ്കാരവും കാണിച്ച മുഴുവൻ ജനത്തെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിയന്ത്രിക്കേണ്ടതുപോലെ നിയന്ത്രിച്ചിട്ടുണ്ട്. സംശയിക്കണ്ട. അർഹമുർ റഹീമായ റബ്ബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ഒതുക്കത്തോടുകൂടെ ജീവിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹുവിന്റെ അടിമകളുടെ മുമ്പിലും ഒതുക്കം കാണിക്കുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കുക. മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അള്ളാഹുവിന് കീഴ്പ്പെടുന്നതിൻ്റെ ഏറ്റവും നല്ല ചിത്രം മരിക്കാൻ തയ്യാറാവുന്നതാണ്. സത്യമാണത്. മരിക്കാന്ന് പറഞ്ഞത് മനുഷ്യന് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്, അല്ലേ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വളരെ വ്യക്തമായ ഭാഷയിൽ നമ്മെ പഠിപ്പിച്ചു. ഖൽബു ശൈഖി ശാബുൻ അലാ ഹുബ്ബി ഇസ്നതൈൻ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു, 100 വയസ്സ് പൂർത്തിയായവനാണെങ്കിലും എത്ര വയസ്സായിട്ടുണ്ടെങ്കിലും ഒരു കിഴവന്റെ മനസ്സ് പോലും ഷാബുൻ, അതിന് യുവത്വം പ്രസരിക്കുന്നുണ്ട്. മുഹമ്മദുർ റസൂലുള്ളാഹി അലാ ഹുബ്ബി ഇസ്നതൈൻ. 2 കാര്യത്തോടുള്ള സ്നേഹത്തിൽ ഏതു വയസ്സന്റെ ഹൃദയത്തിനും യുവത്വമായിരിക്കും.
രണ്ട് വിഷയത്തോടുള്ള സ്നേഹത്തിൽ എത്ര കൂണ് നടക്കുന്ന വയസ്സന്റെയും വയസ്സത്തിയുടെയും കിഴവന്റെയും കിഴവിയുടെയും മനസ്സിന് പൂർണ്ണ യുവത്വമായിരിക്കും. ഏതാണ് ആ രണ്ട് വിഷയം? വടിയും കുത്തിപ്പിടിച്ചാ നടക്കുന്നത്, എന്നാലും അയാൾക്ക് രണ്ടു വിഷയത്തിൽ അയാളുടെ ഹൃദയം യുവത്വം പ്രാപിച്ചു നിൽക്കും. എന്താണത്? റസൂലുള്ളാഹി പറഞ്ഞു, ജംഇൽ മാൽ വതൂലിൽ ഹയാ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് സമ്പത്ത് ശേഖരിക്കാം, അതിന് 100 വയസ്സ് പൂർത്തിയായിട്ടുണ്ടെങ്കിലും ഇനി മതീന്ന് വെക്കൂല. എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെങ്കിൽ 10 ഉറുപ്പ്യ ഉണ്ടാക്കാൻ വല്ല മാർഗവും ഉണ്ടോ നോക്കൂ. സമ്പത്ത് ശേഖരിക്കുന്നതിൽ എത്ര പ്രായമുള്ള മനസ്സിനും യുവത്വമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. രണ്ടാമത്തേത് വതൂലിൽ ഹയാ. ഒരുപാട് കാലം ദീർഘായുസ് ലഭിക്കണം, നീണ്ടു ജീവിക്കണം എന്ന മോഹത്തിലും എല്ലാ കിഴവന്റെയും കിഴവിയുടെയും ഹൃദയത്തിന് യുവത്വത്തിന്റെ പ്രസരിപ്പാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ശരിയാ! ഒരു മഹാൻ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ആ മഹാന്റെ പേര് അറിയാത്തത് കൊണ്ടല്ല മനഃപൂർവ്വം പറയാതിരിക്കുക, കാരണം മനുഷ്യന്റെ പൊതു സ്വഭാവം എന്താന്ന് പറയാൻ വേണ്ടിയാ ഇത് പറയുന്നത്. ആ മഹാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹാന് വരാൻ പോകുന്ന മക്കളെ, പേരമക്കളെ എല്ലാവരെയും ഇങ്ങനെ കാണിച്ചു കൊടുക്കുക. എല്ലാവരെയും ഇങ്ങനെ കാണിക്കുമ്പോ ഇത് ആരാ പടച്ചോനെ എന്ന് ചോദിച്ചപ്പോ ഇത് നിങ്ങളുടെ മക്കളും പേരമക്കളുമാണ്. ഓ, അതിൽ നല്ല സുന്ദരനായ ഒരു കുഞ്ഞിനെ കാണുന്നു. ഈ കുഞ്ഞാരാ? അത് നിങ്ങളുടെ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മകനാണ്. ആ കുഞ്ഞിന് നീ എത്രയാ വയസ്സ് കണക്കാക്കിയത്? ആ കുഞ്ഞിന് ഇത്ര വയസ്സാണ് ഞാൻ കണക്കാക്കിയത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാൻ, എനിക്കോ നിങ്ങൾക്ക് ഞാൻ 1000 വയസ്സ് കണക്കാക്കിയിട്ടുണ്ട്. എന്നാൽ ഉടനെ തന്നെ ഈ വല്ലിപ്പ പറയാണ്, ഈ മഹാൻ പറയാണ്, എൻ്റെ വയസ്സിൽ നിന്ന് കുറച്ച് വയസ്സെടുത്തിട്ട് അദ്ദേഹത്തിന് കൊടുക്കണം, എൻ്റെ ആ കുഞ്ഞിന് കൊടുക്കണം. ആ കുഞ്ഞ് കുറച്ചു കാലം കൂടെ ജീവിക്കട്ടെ, എനിക്ക് ആ കുട്ടിയെ കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു. ചുരുക്കി പറയാം, ഒരു 60 വയസ്സാണ് അല്ലെങ്കിൽ 40 വയസ്സാണ് എടുത്തിട്ട് എൻ്റെ ഇന്ന കുട്ടിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞതെങ്കിൽ ആ സമയാകാറായപ്പോഴേക്ക് ഈ മഹാന്റെ അടുത്ത് ബഹുമാനപ്പെട്ട അസ്രായീൽ അലൈഹിസ്സലാം വരികയാണ്. വന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ നിങ്ങളുടെ വയസ്സ് ഇനിയും നിങ്ങൾക്ക് 60ഓ 40ഓ വയസ്സ് ബാക്കിയുണ്ട്, പക്ഷേ അത് നിങ്ങൾ മറ്റൊരാൾക്ക് കൊടുക്കണമെന്ന് പടച്ചോനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് തീരുകയാണെങ്കിൽ നാളെ നിങ്ങളുടെ മരണാണ്, മൗത്താണ്. ആ വിവരം പറയാൻ വേണ്ടി വന്നതാണ്, എന്താ വേണ്ടത്? അപ്പൊ ഇദ്ദേഹം പറഞ്ഞത്രേ, പടച്ചോനോട് പോയി പറഞ്ഞേക്കുക. എന്ത്? ചിലപ്പോൾ മനുഷ്യൻ ചില അവിവേകങ്ങളൊക്കെ പറയുന്നു പറഞ്ഞേക്കുക, തൽക്കാലം ഇപ്പം മരിക്കാനായിട്ടില്ല. എത്രയോ കാലം ജീവിച്ചിട്ടാണിത്, 900 ചില്ലാനം വർഷം ജീവിച്ചിട്ടായി പറയുന്നത്. മനുഷ്യന് മടുക്കൂല. തൂലുൽ ഹയാത്ത്, ഒരുപാട് കാലം ജീവിക്കണമെന്ന മോഹം അത് മനുഷ്യനുണ്ടാകുന്നതാണ്. മരണത്തെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ പ്രതിരോധിക്കും. നോക്കൂ നിങ്ങൾ, പലപ്പോഴും നാം കാണുന്ന ഒരു ചിത്രമുണ്ട്. 5 കാശ് ചെലവാക്കാതെ അത് ചെലവാക്കുന്നത് കഴുത്തിൽ കത്തിവെക്കുന്നതിന് തുല്യമാണ്. മുറിഞ്ഞെടുത്ത് ഉപ്പു തേക്കാത്തവൻ എന്ന് നാം പറയാറുണ്ട്. ആ രൂപത്തിൽ അറുബഹീലാണ് ആള്, ആനബഹീലാണ്. പക്ഷേ ഇയാൾ മരിക്കാന്ന് കണ്ടാൽ കോടിക്കണക്കിന് രൂപ ഇയാൾ ഇടിച്ചു തള്ളുന്നു, രക്ഷപ്പെടുമോ എന്ന് നോക്കാൻ വേണ്ടി. സ്വാഭാവികമാണ്. മരണത്തെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പ്രതിരോധിക്കും. പക്ഷേ ഈ ലോകത്തൊരാളും കിടക്കില്ല. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. കൃത്യമായ ഒരു അവധിയുണ്ട്, ഫിക്സ്ഡ് സമയമുണ്ട്. ആ സമയം വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു മനുഷ്യനെയും ഇവിടെ വെച്ചു നീട്ടുകയില്ല, ഒരു സെക്കൻഡ് പോലും അവനെ പിന്തിപ്പിക്കുകയില്ല. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകില്ല. അപ്പൊ അതുകൊണ്ട് അതാ സമയത്ത് നടക്കും. അപ്പൊ അല്ലാഹു ഖഹാറാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സമയമെത്തുമ്പോൾ ആ മരിക്കാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യരെ മരിപ്പിക്കുന്നു എന്നത്. സർവശക്തികളും അല്ലാഹുവിന്റെ മുമ്പിൽ ഒതുങ്ങുന്നു എന്നതിന്റെ ഏറ്റവും നല്ല ചിത്രമാണ്.
ഒരു മഹാൻ പറയുന്നു. ഇനി നമ്മൾ ആയത്തൊന്ന് ഓതി നോക്കുക, വിശുദ്ധ ഖുർആനിലേക്ക് കടന്നു വരിക. നോക്കൂ, നിങ്ങൾ മരണത്തെ അതിജയിക്കാൻ കഴിഞ്ഞാൽ നീയാണ് ഖാഹിറും ഖഹാറും എന്ന് പറയാം, നിനക്ക് ഖഹാർ പട്ടം ഏറ്റാം. അതില്ലെങ്കിൽ അരുത് അരുത്, നീ അള്ളാഹുവിന്റെ ഒരു പാവപ്പെട്ട അടിമയാണെന്ന മാനസികാവസ്ഥയിലായിരിക്കണം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. സാധിക്കുന്നുണ്ടോ? ഇല്ല. സൂറത്തുൽ അൻആമിൽ നിന്ന് അതിന്റെ 61, 62 ആയത്തുകളാണ് നേരത്തെ ഞാൻ ഓതിയത്. വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി വയുർസിലു അലൈക്കും ഹഫള ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗതു തവഫത്തുഹു റുസുലുനാ. ശുദ്ധ ഖുർആൻ വളരെ ഭംഗിയായിട്ട് പഠിപ്പിക്കുന്നു. എന്താണ് ഖുർആൻ പഠിപ്പിക്കുന്നത്? മനുഷ്യരെ, വഹുവൽ ഖാഹിറു ഫൗക ഇബാദി, വഹുവൽ ഖാഹിറു ഫൗക ഇബാദി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ അടക്കി ഒതുക്കി ഭരിക്കുന്നവനാണ്. ഫൗക ഇബാദി അവൻ്റെ അടിമകളുടെ മുകളിൽ അടക്കി ഒതുക്കി ഭരിക്കുന്നവനാണ് അവൻ. അവരുടെ മേൽ ആധിപത്യം ചെലുത്തുന്നവനാണ് അവൻ. അവരെ കീഴടക്കി ഭരിക്കുന്നവനാണ് പടച്ച റബ്ബ്. വഹുവൽ ഖാഹിറു ഫൗക ഇബാദിഹി വയുർസിലു അലൈക്കും ഹഫള. നിങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു നിങ്ങളുടെ മേലിൽ മലക്കുകളെ നിശ്ചയിക്കുന്നു. നിങ്ങളെ ഓരോ സെക്കൻഡിലും നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടി അല്ലാഹു ഹഫളത്തിന്റെ മലക്കുകളെ ഏൽപ്പിക്കുന്നുണ്ട്. അവര് നിങ്ങളുടെ തെറ്റും ശരിയുമായ കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങളെ സമയം കഴിഞ്ഞാൽ ഹത്താ ഇദാ ജാഅ അഹദകുമുൽ മൗത്, നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വന്നെത്തുമ്പോൾ തവഫത്തുഹു റുസുലുനാ, തവഫത്തുഹു റുസുലുനാ, നമ്മുടെ ദൂതന്മാർ അഥവാ മാലാഖമാർ, അള്ളാഹുവിന്റെ മലക്കുകൾ, അവരെയാണ് ദൂതന്മാരെന്നവിടെ പറഞ്ഞത്. നമ്മുടെ ദൂതന്മാർ വന്ന് അവനെ മരിപ്പിക്കുന്നു. അവൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒതുങ്ങൂല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒതുങ്ങില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ആലോചിക്കുക, ഒരാളോടും സമ്മതം വാങ്ങിയിട്ടല്ല അയാളെ മരിപ്പിക്കുന്നത്. അങ്ങനെ സമ്മതം കിട്ടിയിട്ട് മരിപ്പിക്കാൻ കൂടുകയുമില്ല. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹിയാണ്. അള്ളാഹുവിന്റെ ഹബീബിനോട് അല്ലാഹ് സമ്മതം ചോദിച്ചിട്ടുണ്ട്. സമ്മതം ചോദിച്ചിട്ട് കൊടുത്താലും ഇല്ലെങ്കിലും കൃത്യസമയത്ത് മരണം നടക്കും. പക്ഷേ ആ സമ്മതം ചോദിക്കുമ്പോൾ ഒതുങ്ങിക്കൊടുക്കുക എന്നത് അനുസരണത്തിന്റെ സമ്പൂർണതയാണ് വിളിച്ചറിയിക്കുന്നത്. നബിതങ്ങളോട് വന്ന് സമയം കഴിയാറായി, എന്തു വേണം? റഫീഖുൽ അഅല സെലക്ട് ചെയ്യണോ? അതല്ല, ഈ ഭൂമിയിൽ തന്നെ കൂടണോ? എന്താ വേണ്ടത്? ആ സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സമയമായിട്ടുണ്ടോ? കാത്തിരിക്കേണ്ട കാര്യമില്ല, ഞാൻ പരലോകത്തേക്ക് വരാൻ ഒരുക്കമാണ്, എനിക്കെന്റെ റബ്ബിനെ കാണുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഹബീബ് പിറ്റേന്ന് അതാ തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറയുന്നു, ഓ സ്വഹാബ, ഖുയ്യിർതു, സ്വഹാബ എനിക്ക് ചോയ്സ് നൽകപ്പെട്ടു, എന്തു വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. മരിക്കണമെങ്കിൽ മരിക്കാം, അല്ലെങ്കിൽ കുറച്ചു കാലവും കൂടെ ജീവിക്കണമെങ്കിൽ ജീവിക്കാം. എന്താ വേണ്ടത് എന്ന് ചോദിച്ചിട്ട് എനിക്ക് ചോയ്സ് നൽകിയപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ റഫീഖുൽ അഅല തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഉന്നതമായ കൂട്ടുകാരൻ, നേരെ അതിന്റെ അർത്ഥം അതാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നു. ഞാനത് തെരഞ്ഞെടുത്തു കഴിഞ്ഞു, സെലക്ട് ചെയ്തു കഴിഞ്ഞു. സ്വഹാബത്ത് മനസ്സിലാക്കി അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്ത് അടുത്തിട്ടുണ്ട്. പലരും തേങ്ങിക്കരയാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ഹബീബ് ലോകത്തോട് പിരിയുകയാണല്ലോ. എന്തേ ഹബീബിന് ഇതിൽ വിഷമമില്ലാതിരുന്നത്? എന്തേ ഇതിനെ സ്വാഗതം ചെയ്തത്? ഹബീബ് മരണത്തെ സ്വാഗതം ചെയ്തതെന്തേ? ഹബീബിന് എന്തിനു വിഷമിക്കണം? കാരണം ശേഷം വരാനുള്ളതൊക്കെ ഖൈറാണ്, സന്തോഷമാണ് എന്ന് ഉറപ്പിച്ച ഒരാൾക്ക് ആ ആൾക്ക് എന്തിനാണ് വിഷമമുണ്ടാകുന്നത്? വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, വരാനിരിക്കുന്ന നാളുകൾ കഴിഞ്ഞുപോയ നാളുകളെക്കാൾ നിങ്ങൾക്ക് ഉത്തമമാണ് യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞ നബി തങ്ങൾക്ക് നാളത്തെ ദിനം വെളുക്കുന്നതിൽ നബി തങ്ങൾക്കൊരു പ്രയാസവുമില്ല, ഇപ്പോഴുമില്ല. കാരണം നാളത്തെ വെളുപ്പാങ്കാലത്തോടുകൂടെ
മുത്തുനബി ഒരൽപ്പവും കൂടെ ഉയരും. ഇമാം ബൈളാവിയുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഇമാം ഇസ്മായിലുൽ ഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തിനെ നോക്കിക്കണ്ടത് അങ്ങനെയാണ്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു ആയത്തിനെ നോക്കിക്കണ്ടത് അങ്ങനെയാണ്. വലൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ ഊലാ, വരും നാളുകൾ കഴിഞ്ഞുപോയ നാളുകളെക്കാൾ, വലൽ അയ്യാമുൽ ആഖിറത്തു ഖൈറുൽ ലക മിനൽ അയ്യാമിൽ ഊലാ, കഴിഞ്ഞുപോയ നാളുകളെക്കാൾ വരും നാളുകൾ തങ്ങൾക്ക് ഖൈറാണ്. അപ്പോൾ ഒരു ദിവസം വെളുക്കുന്നെങ്കിൽ മുത്തുനബി ഒരു ദർജയും കൂടെ ഉയരും. ഹബീബിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബേജാറുമില്ല. അങ്ങനെ അവസാനത്തെ ഒരു ദിവസം ലിവാ ഉൽ ഹംദി എന്ന പതാകയുമേന്തി സർവ്വ സൃഷ്ടികളുടെയും നേതാവായി ആ ഫോമിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹ്ശറിൽ തൻ്റെ പ്രിയപ്പെട്ട ജനസഞ്ചയത്തിന് നേതൃത്വം നൽകുന്ന രംഗം. അല്ലാഹു അത് കണ്ട് ആനന്ദിക്കാൻ, അവിടെ മനസ്സമാധാനത്തോടെ അത് കണ്ട് ആനന്ദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത്തരം ആളുകൾക്ക് ബേജാറുണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞെടുത്തു ആഖിറത്തിന്റെ ജീവിതം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തെരഞ്ഞെടുത്തു. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇബാദിനെ അടക്കി ഭരിക്കുന്നവനാണ്. സമയമായി കഴിഞ്ഞാൽ അതുവരെ അവരെ നിരീക്ഷിക്കാനും അവരുടെ കാര്യങ്ങൾ നടത്താനും ഒക്കെ മലക്കുകളെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, സമയം അങ്ങ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളിൽ ഓരോരുത്തർക്കും മരണമാസന്നമാകുമ്പോൾ തവഫത്തുഹു റുസുലുനാ, അവന്റെ സമ്മതം കിട്ടിയാലും ഇല്ലെങ്കിലും എന്റെ മലക്കുകൾ, എന്റെ ദൂതന്മാർ അവനെ മരിപ്പിക്കും. വഹും ലാ യുഫർരിതൂൻ. എങ്ങനെയാണോ ഞാൻ റൂഹ് പിടിക്കാൻ അവരോട് കൽപ്പിച്ചത്, ആ റൂഹ് പിടിക്കുന്നതിൽ അവരൊരു വീഴ്ചയും വരുത്തുകയില്ല. വഹും ലാ യുഫർരിതൂൻ. സന്തോഷത്തോടെ പിടിക്കാനാണെങ്കിൽ അങ്ങനെ പിടിക്കും, ഗൗരവത്തോടെ പിടിക്കാനാണെങ്കിൽ അങ്ങനെ പിടിക്കുക. ദുർജനങ്ങളുടെയും സജ്ജനങ്ങളുടെയും മരണങ്ങൾ വേറിട്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. ഇൻഷാ അല്ലാഹ് അസ്മാഉൽ ഹുസ്നയിൽ അതൊക്കെ പറയേണ്ട രംഗങ്ങൾ വരുന്നുണ്ട്, അവിടെ വെച്ച് പറയാം. ഇന്ന് ഞാൻ പറയുന്നത് അല്ലാഹു ഖാഹിറാൻ, അല്ലാഹു ഖഹാറാൻ എന്ന ചിത്രം ഏറ്റവും കൂടുതൽ തെളിഞ്ഞു കാണുന്നത് എവിടെയാണെന്നറിയോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? അത് തെളിഞ്ഞു കാണുന്ന ഏറ്റവും നല്ല ഒരു രംഗം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചതുപോലെ മരിക്കാൻ ഇഷ്ടമില്ലാത്ത മനുഷ്യനെ മരിപ്പിക്കുന്നിടത്താണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഖഹാരിയത്ത് നാം കണ്ടനുഭവിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ നന്നാക്കി തരട്ടെ. അല്ലാഹു ഇത് ഉൾക്കൊള്ളുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ പെടുത്തട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പെടുത്തി അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരലോകത്ത് എല്ലാ വമ്പന്മാരെയും കൊമ്പന്മാരെയും അതാ അണിനിരത്തിയിട്ട് റബ്ബിനൊരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? ലിമനിൽ മുൽക്കുൽ യൗം, ലിമനിൽ മുൽക്കുൽ യൗം. പല വമ്പന്മാരും കൊമ്പന്മാരും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ വരികയാണ്. എല്ലാവരും ഉണ്ട് അവിടെ. അധികാരത്തിന്റെ പേരിൽ തണ്ട് കാട്ടിയവരുണ്ട്, മസിൽ പവറിന്റെ പേരിൽ തണ്ട് കാണിച്ചവരുണ്ട്, 10 കാശുണ്ടെന്ന് കരുതി തണ്ട് കാട്ടിയവരുണ്ട്. എല്ലാ അഹങ്കാരികളും, കല്ലുവച്ച അഹങ്കാരികളും ഒരുമിച്ച് കൂടുന്ന ആ സദസ്സിൽ ഖാറൂൻ മുതലാളി ഉണ്ടാവുമല്ലോ അവിടെ, ഫറോവ ഉണ്ടാവുമല്ലോ അവിടെ, ആധുനിക ഫറോവമാർ അവിടെ ഉണ്ടാകുമല്ലോ, ആധുനിക ഖാറൂനുമാർ അവിടെ ഉണ്ടാകുമല്ലോ. അവരെയൊക്കെ നിർത്തിയിട്ട് പടച്ച റബ്ബിനൊരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം? ലിമനിൽ മുൽക്കുൽ യൗം. ഇന്ന് യഥാർത്ഥ അധികാരം ആർക്കാണടാ? നിങ്ങളൊക്കെ അധികാരം കയ്യിൽ കിട്ടിയപ്പം പാവപ്പെട്ടവരെ അടിച്ചമർത്തിയില്ലേ? അധികാരം കിട്ടിയതിൻ്റെ പേരിൽ പാവപ്പെട്ടവരെ നിങ്ങളവർക്ക് അവകാശങ്ങൾ നിഷേധിച്ചില്ലേ? അല്ലെങ്കിൽ കാശിൻ്റെയും ആൾബലത്തിൻ്റെയും ഒക്കെ തണ്ട് കാണിച്ച് പാവപ്പെട്ടവരെ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്തില്ലേ? നിങ്ങൾ അടക്കി വാഴാനുള്ള ശ്രമം നടത്തിയില്ലേ? ലിമനിൽ മുൽക്കുൽ യൗം. ഇവിടെ എനിക്ക് ചോദ്യമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുകയാണ്, ഇന്ന് ആർക്കാണ് അധികാരം? ഇവിടെ ആർക്കാണ് അധികാരം എന്ന് പറഞ്ഞോളണം. ലിമനിൽ മുൽക്കുൽ യൗം. ആ സമയത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ അതാ എല്ലാവരുമുണ്ട്. ആരും മറുപടി പറയുന്നില്ല. മറുപടി പറയാൻ ആർക്കും ധൈര്യം പോരാ. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്
ലിമനിൽ മുൽക്കുല്യവും, ആർക്കാണോ ഇന്ന് അധികാരങ്ങൾ എന്ന അധികാര ദുർവിനിയോഗങ്ങൾ നടത്തിയവരെയൊക്കെ മുൻപിൽ നിർത്തിയിട്ട് ചോദിക്കുമ്പോൾ ഒരാളും മിണ്ടുന്നില്ല. കാരണം എന്താ? മിണ്ടാൻ ഒരാൾക്കും അധികാരമില്ല. മിണ്ടാതെ അതാ തലയും താഴ്ത്തി നിൽക്കുമ്പോ അള്ളാഹു തന്നെ മറുപടി പറയാൻ, ചോദ്യവും മറുപടിയൊക്കെ അള്ളാഹു തന്നെ. കാരണം മറുപടി പറയാൻ ധൈര്യമുള്ള ഒരു ആൺകുട്ടിയുമില്ല. അവിടെ അതാ അള്ളാഹു തന്നെ മറുപടി പറയുന്ന സൂറത്തു ഗാഫിറിന്റെ 16-ാമത്തെ വചനത്തിൽ കാണാം, ലിമനിൽ മുൽക്കുൽ യൗം എന്ന് ചോദിക്കുമ്പോ അള്ളാഹിന്റെ മറുപടി ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, അടക്കിയൊതുക്കി ഭരിക്കുന്ന, എല്ലാവരെയും നിർത്തേണ്ടിടത്ത് നിർത്തി ഭരണം നടത്താൻ അറിയാവുന്ന ഒരേ ഒരു അള്ളാഹുവിനാണോ സർവ്വവിധ ആ അധികാരവും എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറയും. എന്ന് ആരെങ്കിലും ഒരാൾ അതിനെ ഗണ്ണിക്കാൻ പോവോ? അല്ല. ഒരു പ്രതിപക്ഷം ഞങ്ങളിവിടെ ഉണ്ടാകുമെന്ന് പറയാൻ ഇല്ല. ഭരണപക്ഷം മാത്രമേ ഉള്ളൂ, പ്രതിപക്ഷമില്ല എന്നോ. ഇതാണ് അൽ ഖഹാറു ജല്ല ജലാലു. ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷമില്ല, ചോദ്യം ചെയ്യപ്പെടാനാവാത്ത മഹാശക്തി, അതാണ് അൽ ഖഹാറു ജല്ല ജലാലു. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഈ നാമം വിശദീകരിച്ചുകൊണ്ട് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്, അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ഒരു കുട്ടിക്കും നാവനക്കാൻ പോലുമൊന്ന് കഴിയില്ല. മഹ്ശറിൽ വെച്ച് എല്ലാവരും അന്തിച്ചു നിൽക്കുകയാണ്. എന്തൊരു രംഗം! അന്തിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യൗമലാ യംലികൂന മിൻഹു ഖിതാബാ. അള്ളാഹുവിന്റെ മുമ്പിൽ വായ തുറക്കാൻ അനുവാദമില്ലാത്ത ഒരു നാൾ. യൗമലാ യംലികൂന മിൻഹു ഖിതാബാ, മിണ്ടാൻ അധികാരം അള്ളാഹു കൊടുക്കാഞ്ഞാൽ മിണ്ടാൻ പറ്റൂല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അനുവാദം കൊടുത്തില്ലെങ്കിൽ നാവനക്കാൻ പറ്റില്ല. എല്ലാ പോക്കിരികളും അവിടെ കീഴ്പ്പെട്ടു നിൽക്കും. അൽ ഖഹാറു ജല്ല ജലാലു, റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ സൂറത്തു നബഇന്റെ 37-ാം വചനത്തിൽ കാണാം, ലാ യംലികൂന മിൻഹു ഖിതാബാ, അള്ളാഹുവിൽ നിന്ന് നാവനക്കാനുള്ള അധികാരം അവർക്ക് ലഭിക്കുകയില്ല. ഇവിടെ പലരെയും റെക്കമെൻഡിലൂടെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും, അവിടെ അതൊന്നും നടപ്പില്ല. നോക്കണം നിങ്ങൾ, ഇവിടെ പലപ്പോഴും അധികാരങ്ങൾ ദുർവിനിയോഗം ചെയ്ത് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി അധികാരങ്ങൾ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടാവാം. ഭരണത്തിൽ കയറുവോളം ജനാധിപത്യമാണ്, പക്ഷേ കയറിക്കഴിഞ്ഞാൽ പാർട്ടിയാധിപത്യം. ഏത് കക്ഷികൾ എപ്പം ഭരിക്കുകയാണെങ്കിലും ഇതൊക്കെ ഭൂമിയിലെ പോരായ്മകളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അടുത്ത് വരുമ്പോൾ ഇതൊന്നും നടക്കില്ല. വളഞ്ഞ വഴിക്കുള്ള ഒരു ഏർപ്പാടും നടക്കില്ല. ലിമനിൽ മുൽക്കുൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ, എല്ലാം അടക്കി ഭരിക്കുന്ന ഒരേ ഒരു റബ്ബിനാണെന്ന് മുഴുവൻ അധികാരവും. അന്നവിടെ ആരെങ്കിലും നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷിക്കാൻ കഴിയില്ല. നിയമത്തിന് കുരുക്കുകൾ ഉണ്ടെങ്കിൽ പഴുതുകളുമില്ലേ, ആ പഴുതുകളിലൂടെ രക്ഷിച്ചു കളയാം എന്ന ചിന്തയില്ല. തീർത്തും നിയമത്തിന്റെ കുരുക്കിൽ കുടുക്കും, യാതൊരു സംശയവും വേണ്ട. ഇതാണ് അൽ ഖഹാറു ജല്ല ജലാലു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നു, അന്ന് ഒരാൾക്കും മിണ്ടാൻ അധികാരമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട്, മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി, അന്ന് അല്ലാഹുവിന്റെ അടുത്ത് എഴുന്ന് നിന്ന് റെക്കമെൻഡ് ചെയ്യാൻ അധികാരമുള്ളത് ആരാ ഉള്ളത്? ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ റെക്കമെൻഡ് പറയാൻ ആരുണ്ട്? മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ ആരാണ് അള്ളാഹുവിന്റെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത്? ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്ന ഒരു പാഠമുണ്ട്. അള്ളാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിൽ ചിലർക്കൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെ? അള്ളാഹുവിന്റെ അനുമതി കൂടാതെ റെക്കമെൻഡിന് അധികാരമുള്ളത് ആർക്കാണ് അതിന് ധൈര്യമുള്ളത് എന്ന് ചോദിച്ചാൽ ഒരു കാര്യം സത്യം, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു അനുമതി കൊടുത്തു കഴിഞ്ഞാൽ അമ്പിയാക്കളോ ഔലിയാക്കളോ ഒക്കെ റെക്കമെൻഡ് ചെയ്യും. ആ കാര്യം ഉറപ്പാണ്. പണ്ഡിതന്മാര് ഈ അൽ വഹാബു ജല്ല ജലാലു എന്ന നാമത്തിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോ
അവരൊക്കെ ചർച്ച ചെയ്ത ഒരു സംഗതിയാണിത്. ഹുവല്ലദീ യഹബുൽ അതാഅ ദൂന ഇവദ്, പകരം പ്രതീക്ഷിക്കാതെ കൊടുക്കുക. വയംനഹുൽ ഫദ്ല ബിഗൈരി ഇവദ് വയുഅതി നിഅമത ബിഗൈരി സുആൽ, ചോദിക്കാതെ കൊടുക്കുക. വഹാബിന്റെ മറ്റൊരർത്ഥാണത്, ചോദിക്കാതെ കൊടുക്കുക. ആദ്യം പറഞ്ഞത് എന്താ? പകരം കൂടാതെ കൊടുക്കുന്നവൻ, ഇങ്ങോട്ടെന്തെങ്കിലും ചെയ്തു കൊടുത്തതിന് പകരമായി ചെയ്യുന്നവനല്ല. അപ്പോ ആ മനസ്ഥിതി ആർക്കാണോ ഉള്ളത് അവനെ അൽ വഹാബു ജല്ല ജലാലു എന്ന് പറയാൻ പറ്റൂ. മറ്റൊരാളിൽ നിന്നും ഒന്നും സ്വീകരിക്കാത്തത് അള്ളാഹു മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ അവനെ അത് പറയാൻ പറ്റൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഇവിടെ ഒരു ചോദ്യം വരും. എന്ത്? ആകെ എന്താ മനുഷ്യരിൽ നിന്ന് അള്ളാഹുവിനുള്ളത്? ഒരു ചുക്കും കിട്ടുന്നില്ല, എന്നാൽ മനുഷ്യർ അള്ളാഹുവിനെ ആരാധിക്കുന്നില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അവൻ നമുക്ക് ഈ ചെയ്തു തരുന്നതിനൊക്കെ പകരമായിട്ട് ആരാധിക്കുന്നില്ലേ? ആരാധിക്കുന്നതിന് പകരമല്ല അള്ളാഹു ചെയ്തു തരുന്നത്. ഒന്നും കൂടെ വ്യക്തമാക്കി മനസ്സിലാക്കിക്കോ. അള്ള ചെയ്തു തരുന്നതിന് പകരം ആരാധിക്കുകയാണ്. ഒരു കാരണവശാലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മൾ ആരാധിക്കുന്നതിന് പകരം നമുക്ക് ചെയ്തു തന്നക്കല്ല, മറിച്ച് അള്ള ചെയ്തു തന്നതിന് പകരം നാം ആരാധിക്കാൻ കടപ്പെട്ടവരാണ്. കാരണം നാം ആരാധിക്കുന്നതിന് മുമ്പ് നമുക്കല്ല ചെയ്തു തരാ ചെയ്തത്. എന്നെ ഉണ്ടാക്കിയത് റബ്ബാണ്. ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ റബ്ബിനെ ആരാധിച്ചോ? ഇല്ല. ഉണ്ടാക്കിയതോടുകൂടെ തീരാത്ത കടപ്പാടായി. പിന്നെ ഞാൻ എന്ത് ചെയ്താൽ എവിടെ എത്തുന്നു പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? അതുകൊണ്ട് അൽ വഹാബു ജല്ല ജലാലു തീർത്തും ഫ്രീ ആയി നൽകുന്നവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. ഇനി നമ്മൾ നൽകുന്ന ആരാധന, ഈ ആരാധന കൊണ്ട് അള്ളാഹുവിന് വല്ല നേട്ടവുമുണ്ടോ? അത് കിട്ടാഞ്ഞാൽ അള്ളാഹുവിന് വല്ല കോട്ടവുമുണ്ടോ? അതിൻ്റെ കോട്ടവും നേട്ടവും ഒക്കെ ഈ അടിമക്ക് തന്നെയാണ്. അങ്ങനെയാ നമ്മൾ നിസ്കരിച്ചു, അള്ളാഹു കൂടുതൽ ഉയരോ? ഇല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. ലൗ അന്ന അവ്വലകും വ ആഖിറകും വ ഇൻസകും വ ജിന്നകും, നിങ്ങളിൽ ആദം തൊട്ട് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന സകല ആളുകളും, ഇൻസും ജിന്നും എല്ലാവരും നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും തഖ്വയുള്ള ഒരു മനുഷ്യന്റെ ഹൃദയം പ്രാപിച്ചു എന്ന് സങ്കല്പിക്കാം. എന്ന് പറഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ളാഹി ആയി എന്ന് സങ്കല്പിക്കുക ലോകത്തുള്ള മുഴുവൻ ആളുകളും. എന്നാലും മാ സാദ ഫീ മുൽക്കി ശൈആ, എൻ്റെ അധികാര പരിധിയിൽ ഒരു ഇഞ്ച് പോലും വർധനവ് വരില്ല എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞിരിക്കുന്നു. സയ്യിദുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പറയാ, അല്ലാഹ് എന്നോട് പറഞ്ഞു ലോകത്തുള്ള മുഴുവൻ ജന്തുക്കളും അള്ളാഹുവിനെ ആരാധിച്ചു നോക്ക. എങ്ങനെ? അള്ളാഹുവിന്റെ റസൂൽ ആരാധിക്കും പോലെ. ഏറ്റവും തഖ്വയുള്ള മനുഷ്യന്റെ ഖൽബ് പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ, ആ മനസ്സ് പ്രാപിക്കാൻ കഴിഞ്ഞു പറഞ്ഞാൽ അത് റസൂലുള്ളാഹിയാ. അങ്ങനെ അങ്ങോട്ടായാലും അള്ളാഹു തആല ഇപ്പൊ ഉള്ളതിനേക്കാൾ ഉയരൂല. കാരണം അവൻ അപൂർണതകൾക്ക് പിടുത്തം കൊടുക്കാതെ സമ്പൂർണനാണ്. ഇനിയൊന്നും ഉയരാനില്ല. ഇനി ലോകത്തുള്ള നിങ്ങളെല്ലാവരും അള്ളാഹുവിന് എതിർ പ്രവർത്തിച്ച് എല്ലാവരും ഏത് ചെയ്തു? മഹാ അക്രമികളായി മാറി. ഫിർഔനെ പോലെ, ഫറോവയെ പോലെ, അബൂജഹലിനെ പോലെ വൃത്തികെട്ടവരും ധിക്കാരികളുമായി മാറി നോക്കുക. എന്നാൽ അള്ളാഹ്ക്ക് വല്ല കുറവും വരുമോ? എന്റെ അധികാര പരിധിയിൽ ഒരു ഇഞ്ച് പോലും കുറവ് വരുത്തുകയുമില്ല അള്ളാഹു പറഞ്ഞു. അപ്പൊ ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിനോട് കടപ്പാട് കാണിച്ചാൽ അള്ളാഹു ഉയരൂല. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും അള്ളാഹുവിനെ ധിക്കരിച്ചാൽ അള്ളാഹു താഴൂല്ല. അതിന്റെ നേട്ടവും കോട്ടവും നിങ്ങൾക്കാണ് എന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞെങ്കിൽ പിന്നെന്ത് നമ്മുടെ ആരാധനയെ പറ്റി പറയാൻ? നമ്മെ പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളും മാനവികതയുടെ സന്ദേശങ്ങളാണ് എന്ന കാരണം കൊണ്ട് ഇതെല്ലാം വിഷയം ഒന്നു തന്നെയാണ്. മനുഷ്യനെ മനുഷ്യനായി ജീവിക്കാൻ പഠിപ്പിക്കുക. മനുഷ്യത്വം മറക്കുന്ന ഒരവസ്ഥ അത് ഈ ഭൂമിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുക. ഇതാണ് ബഹുമാന്യരായ ശൈഖുനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളുടെ ലക്ഷ്യമെന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തിരിച്ചറിയുമ്പോൾ 40 കോടിയുടെ പള്ളിയെടുക്കുന്നു, 20 കോടിയുടെ ആസ്ഥാനം പണിയുന്നു എന്നൊക്കെ പറയുമ്പോൾ എവിടെ നിന്നാണ് ഈ കോടികളുടെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് ഇത് സഫലമാകുന്നത് എന്ന് ചോദിക്കുന്നവർ, അവരോട് നമുക്ക് പറയാനുള്ളത്, അവരും പ്രവർത്തിച്ചു നോക്കുക. അവരുടെ തൊഴിലില്ലാ പണി ഒഴിവാക്കിയിട്ട് തൊഴിലില്ലാത്തത് കൊണ്ട് ചില വേണ്ടാപ്പണികൾ അവർ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്.
അതൊഴിവാക്കി കാര്യഗൗരവത്തോടുകൂടെ കാര്യക്ഷമതയോടുകൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ശൈഖുന പ്രവർത്തിക്കുന്നത് പോലെ അവർക്കും പ്രവർത്തിക്കാൻ സാധിക്കും. ഒരു പക്ഷേ അള്ളാഹു നൽകിയ പ്രത്യേക അനുഗ്രഹം കൊണ്ട് അത്രത്തോളം എത്താൻ കഴിഞ്ഞില്ലെങ്കിലും എന്നാലും നമ്മളാലാവുന്നതൊക്കെ നമുക്കും ചെയ്യാം. കളമശ്ശേരി മേഖല SYS ഒരു ശ്രമം നടത്തിയപ്പോഴേക്ക് നോക്കൂ നിങ്ങൾ, ഇവിടെ 10-12 ലക്ഷം രൂപ വേണം ഒരു കൊല്ലത്തേക്ക് ഈ 100ഓളം വരുന്ന ആളുകൾക്ക് ഈ കാർഡ് വിതരണം നടത്താൻ. ഇത് ആരെ കണ്ട് നടത്തി? ബഹുമാനപ്പെട്ട ഹൈദ്രോസ് ഹാജി, അദ്ദേഹത്തെ എല്ലാ നിലക്കും നമ്മൾ അഭിനന്ദിക്കണം. അദ്ദേഹം ഇറങ്ങി പ്രവർത്തിച്ചു, സംഘടനയുടെ ലേബലിൽ ഇറങ്ങിച്ചെന്നു, കാര്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ എല്ലാവരും സഹായങ്ങൾ നൽകാൻ തയ്യാറായി. പാവപ്പെട്ടവരെയും കുഴങ്ങിയവരെയും സഹായിക്കുകയാണല്ലോ എന്ന് കരുതി ആ കൈക്ക് താങ്ങാകാൻ എല്ലാവരും ശ്രമിച്ചപ്പോൾ, സംഘടനയോടൊപ്പം നിൽക്കാൻ സുമനസ്സുകൾ ഉണ്ടായപ്പോൾ അൽഹംദുലില്ലാ 10 ലക്ഷം രൂപയിലധികം വരുന്ന ഒരു പദ്ധതിക്ക് ഇന്നിവിടെ ഉദ്ഘാടനം കുറിക്കാൻ സാധിച്ചു. 50ഓളം ആളുകളെ ഇപ്പോഴും 50ഓളം കാർഡുകൾക്ക് സ്പോൺസർമാരായിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇനിയും ആകണമെന്ന് ഹൈദ്രൂസ് ഹാജി ഇവിടെ പറഞ്ഞു. അദ്ദേഹം കാര്യങ്ങൾ പറയുമ്പോൾ തീർച്ചയായും അവിടുത്തെ കണ്ടമിടറുന്നുണ്ടോ എന്ന് പലപ്പോഴും തോന്നിപ്പോയി. കാരണം പ്രയാസപ്പെടുന്നവരെ അടുത്തറിയണം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിയ്യത്ത് ചെയ്യുന്ന അബൂദർ റളിയല്ലാഹു അൻഹു പറയാൻ, ഔസാനി ഖലീലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് എൻ്റെ ഹബീബ് റസൂലുള്ളാഹി എന്നോട് വസിയ്യത്ത് ചെയ്തു. എന്താണ് വസിയ്യത്ത് ചെയ്തത്? ബിഹുബ്ബിൽ ഫുഖറാഇ വൽ മസാകീൻ, കുഴങ്ങിയവരെയും ക്ഷീണിച്ചവരെയും ദരിദ്രരെയും അഗതികളെയും സ്നേഹിക്കണമെന്ന് വസിയ്യത്ത് ചെയ്തു. ദൂരെ നിന്ന് സ്നേഹപ്രസംഗം നടത്താൻ എളുപ്പമാണ്, അതൊക്കെ എളുപ്പമുള്ള കാര്യമാണ്. നല്ല കാര്യമാണെന്ന് അഭിനന്ദിക്കുന്നത് വളരെ എളുപ്പമാണ്. പക്ഷേ സാധുക്കളോടൊപ്പം ഒട്ടി നിൽക്കുന്നത്, ഞാൻ സാധുവിനെ സ്നേഹിക്കുന്നവനാണെന്ന് വിളംബരം നടത്താൻ എളുപ്പമുണ്ട്. അതിന് കൂടുതൽ കഷ്ടപ്പാടുകളോ പ്രയാസങ്ങളോ ഇല്ല. അതേസമയം റസൂലുള്ള പറഞ്ഞു ഹുബ്ബുൽ ഫുഖറാഇ വൽ മസാകീൻ, മാത്രമല്ല വഅൻ അദ്നുവ ഇലൈഹിം. ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു പറയാൻ, എന്നോട് പറഞ്ഞു നീ ആ സാധുക്കളിലേക്ക് അടുത്തു നിൽക്കണം, അവരോടൊട്ടി നിൽക്കണം, അവരെ തിരിച്ചറിയാൻ ശ്രമിക്കണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്തു. അത് ചെറിയ കാര്യമല്ല, അത് വളരെ വലിയ കാര്യമാണ്. സാധുക്കളോട് ഒട്ടി നിൽക്കുക എന്ന് പറയുന്നത്. ആ ഒട്ടിനിൽപ്പിന്റെ അനന്തരഫലമാണ് ഇത്തരം ഒരു സംരംഭം എന്നിവരെ ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ ഒരു ദിവസം നമുക്കൊന്നും പറയാൻ സാധിച്ചിട്ടില്ല. സംഗതി ശരിയാണ്. ഇന്നത്തെ ഒരു ദിവസം ഇത്രയും നല്ല ഒരു സംരംഭം ഇവിടെ നടന്നതുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് സന്തോഷിക്കാം. തുടർന്നുള്ള ദിവസങ്ങളിൽ നഷ്ടപ്പെട്ട ഭാഗങ്ങൾ വീണ്ടെടുക്കാൻ, പരിഹരിക്കാൻ ഞാൻ ശ്രമിക്കാമെന്ന വാക്കോടുകൂടി എന്നും പറയുന്നത് പോലെ കൃത്യസമയത്ത് ഇന്നും പ്രഭാഷണം അവസാനിപ്പിക്കും എന്ന് ഉണർത്തുകയാണ്. അരമണിക്കൂർ സമയത്തിനുള്ളിൽ പറയാൻ പറ്റുന്നത് പറയാ, എന്നിട്ട് ദുആ ചെയ്ത് നമുക്ക് പിരിയാം. ഇന്ന് കുറച്ച് കുറഞ്ഞു പോകും, പക്ഷേ ഇൻഷാ അല്ലാഹ് അത് മറ്റേതെങ്കിലും ദിവസങ്ങളിൽ പരിഹരിക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു അരമണിക്കൂർ ലാസ്റ്റ് ദിവസം സമാപന നാളിൽ ഒരു അരമണിക്കൂർ നീട്ടിയെങ്കിൽ നിങ്ങൾക്ക് ആർക്കും വിഷമമുണ്ടാകൂല. കാരണം വളരെ കൃത്യനിഷ്ഠ പാലിക്കണമെന്ന് ഈ സദസ്സിലുള്ള പലർക്കും നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അൽഹംദുലില്ലാ അത് നല്ലൊരു സ്വഭാവവുമാണ്. കൃത്യനിഷ്ഠ നല്ല സ്വഭാവമാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ കൃത്യനിഷ്ഠ ആരാധനയുടെ കാര്യത്തിലും മറ്റു കർമ്മങ്ങളുടെ കാര്യത്തിലും കുടുംബകാര്യങ്ങളിലും എല്ലാം നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിലും എല്ലാം കൃത്യനിഷ്ഠയുള്ളവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മളിവിടെ പറഞ്ഞു വന്നിരുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അൽ ഖഹാറു ജല്ല ജലാലു, അള്ളാഹു എല്ലാവരെയും അടക്കി നിർത്തി ഭരിക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരാൾക്കും റെക്കമെൻഡ് പറയാനുള്ള ധൈര്യം പോലും ഇല്ല അള്ളാഹു സമ്മതം കൊടുക്കാതെ. അള്ളാഹു സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യും. അത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ശഫാഅത്ത് ചെയ്യും, ഞാൻ ശഫാഅത്ത് ചെയ്യുമെന്നല്ല, ഹത്താ യശ്ഫഅ മൻ അശ്ഫഉ ലഹു ഫയുശഫഅ.
സയ്യിദുനാ റസൂലുള്ളാഹി. ഞാൻ ഷഫാഅത്ത് നടത്തിയിട്ട് രക്ഷപ്പെടുത്തിയ ഒരാള്, ആ ആൾ അയാൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഷഫാഅത്ത് ചെയ്യുമ്പോൾ അയാളുടെ ശുപാർശാ ഫലമായി മറ്റൊരു സാധുവും കൂടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞെങ്കിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മന്ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നി. അല്ലാഹുവിന്റെ അനുമതിയില്ലാതെ അല്ലാഹുവിന്റെ മുമ്പിൽ വളഞ്ഞ വഴിക്ക് കാര്യസാധ്യങ്ങൾ നടത്താൻ ഒരാൾക്കും കഴിയില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുമതിയോടുകൂടെ നടക്കും. നബി തങ്ങളോട് അല്ലാഹു പറയുന്നു, സൽ തുഅത വശ്ഫഉ തുശഫഉ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശഫാഅത്തിനായി മഹ്ശറിൽ ഖിയാമത്ത് നാളിൽ അതാ അർശിന്റെ ചുവട്ടിൽ സുജൂദിൽ അങ്ങ് വീണ് കിടക്കുമ്പോൾ അല്ലാഹു പറയുന്നു, ഇർഫഉ റഅസക യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഓ മുഹമ്മദ് നബിയെ, ഒരുപാട് സുജൂദ് ചെയ്ത് റബ്ബിനെ തൃപ്തിപ്പെടുത്തി എല്ലാ അർത്ഥത്തിലും ആകർഷിപ്പിച്ചാണ് തങ്ങൾ ഇതാ പരലോകത്തെത്തിയത്. ഇത് സുജൂദിന്റെ സ്ഥാനമല്ല. ഇവിടെ നിങ്ങൾ എന്തിനാണ് സുജൂദ് ചെയ്യുന്നത്? ഇവിടെ നിർബന്ധമായി സുജൂദ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. നബിയെ കഷ്ടപ്പെടരുത്, എന്തോ ഒരാവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഇതാ എൻ്റെ മുമ്പിൽ സുജൂദിൽ വീണ് കിടക്കുന്നു, തങ്ങളെ എഴുന്നേൽക്കൂ, തലപൊക്കു നബിയെ, സുജൂദിൽ നിന്ന് തലപൊക്കു. സൽ തുഅത, ചോദിച്ചോളൂ, നിങ്ങൾക്ക് നാം തരാം. വശ്ഫഉ തുശഫഉ, റെക്കമെൻഡ് പറഞ്ഞോളൂ, സ്വീകരിക്കപ്പെടാം. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. അപ്പൊ ശഫാഅത്ത് ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പ്. പക്ഷെ അള്ളാഹുവിന്റെ അധികാരമില്ലാതെ, അള്ളാഹു അനുവാദം നൽകുന്നവർക്കല്ലാതെ, മഹാന്മാർക്കല്ലാതെ കണ്ടവർക്കൊക്കെ രക്ഷിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല. മഹാന്മാരോ അള്ളാഹുവിന് പൊരുത്തല്ലാത്ത ഒരു കാര്യം അവർ ചെയ്യുകയുമില്ല. നേരെ മറിച്ച് ദുനിയാവിൽ അങ്ങനെയല്ല. നിയമക്കുരുക്കുകളിൽ നിന്ന്, നിയമത്തിന്റെ പഴുതുകളിലൂടെ കുറ്റവാളികളെ രക്ഷപ്പെടുത്തി കൊടുക്കുന്നത് പഴുതുപയോഗിച്ചിട്ട് കുരുക്കിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അത് ഇവിടെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെന്നില്ല, അവർ പൊരുത്തപ്പെടണമെന്നില്ല, എന്നാലും ആ കാര്യങ്ങൾ നടക്കും. പക്ഷേ രാജാതിരാജനായ റബ്ബിന്റെ പൊരുത്തമില്ലാതെ ഒരാളുടെ കാര്യത്തിലും അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹിയോ മറ്റമ്പിയാക്കളോ മറ്റൗലിയാക്കളോ സാലിഹ്യങ്ങളോ ഇടപെടൂല. ഇടപെടാൻ അവർക്ക് അധികാരമുണ്ട്. പക്ഷെ ഇടപെടണമെങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തമുള്ളവർക്ക് വേണ്ടിയേ ഇടപെടൂ. ആ ഭാഗത്തേക്ക് കടന്നു വരാൻ സമയമില്ല. പിന്നീട് എപ്പോഴെങ്കിലും അവസരം ഉണ്ടെങ്കിൽ അപ്പൊ കടക്കാം. ഇത് തന്നെയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. അൽ ഖഹാറു ജല്ല ജലാലു എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാം. ആ യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ കഴിയുന്ന സമയത്ത് തടവറക്കുള്ളിൽ കഴിയുമ്പോൾ ജയിൽ പുള്ളികളെ ഉപദേശിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഈ ഗുണം പറഞ്ഞുകൊണ്ടാണ് അവരെ ശിർക്കിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. എന്താ ചോദിച്ചത്? യാ സ്വാഹിബൈസ് സിജ്ൻ, എന്നോടൊപ്പം തടവറയിലുള്ള ആളുകളെ, യാ സ്വാഹിബൈസ് സിജ്ൻ, എന്നോടൊപ്പം ഈ ജയിലിലെത്തിപ്പെട്ടിരിക്കുന്ന രണ്ട് സുഹൃത്തുക്കളെ. ബഹുമാനപ്പെട്ടവരുടെ അടുത്ത് ചെന്ന് ഒരു വിഷയം അന്വേഷിച്ച ജയിൽ പുള്ളികൾ രണ്ടാള് അവരോട് പറയാൻ, എൻ്റെ സഹതടവുകാരെ, യാ സാഹിബൈസ് സിജ്ൻ, സഹതടവുകാരെ, അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. കാക്കത്തൊള്ളായിരം ദൈവങ്ങളാണോ? അതല്ല, എല്ലാറ്റിനെയും അടക്കാനും ഒതുക്കാനും ഭരിക്കാനും ശേഷിയുള്ള ഒരു റബ്ബാണോ ആരാധിക്കാൻ കൂടുതൽ ഉത്തമം? ഏതാ നല്ലത്? പറയൂ എന്ന് പറഞ്ഞു വളരെ സമർത്ഥമായിട്ടാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം ഉപദേശിച്ചത്. അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. സൂറത്ത് യൂസുഫ് 39. ഇങ്ങനെ അള്ളാഹുവിന്റെ അൽ ഖഹാർ എന്ന ഈ നാമത്തെ പ്രതിപാദിച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട്. സമയ സൗകര്യം മാനിച്ചുകൊണ്ട് ഞാൻ വളരെ ചുരുക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ 17ാമത്തെ നാമം അൽ വഹാബു ജല്ല ജലാലു. അൽ വഹാബു ജല്ല ജലാലു. എന്താണ് വഹാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്?
അൽ വഹാബു ജല്ല ജലാലു എന്ന് പറഞ്ഞാൽ അത്യുദാരനായ റബ്ബ്. അൽ വഹാബു ജല്ല ജലാലു. വഹാബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വെറുതെ നൽകുന്നവൻ. അത്യുദാരനായ റബ്ബ്, പിശുക്കില്ലാതെ, അവകാശത്തിന്റെ പേരിലല്ല, ഔദാര്യത്തിന്റെ പേരിൽ മാത്രം നൽകുന്നവൻ. ഇതാണ് അൽ വഹാബ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. നമ്മുടെ നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ വെറുതെ കൊടുക്കുന്നവൻ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് സൗകര്യങ്ങൾ ചെയ്തു തരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടണം എന്ന് കരുതിയിട്ടാ ചെയ്തു തന്നത്? ഇല്ലേ ഇല്ല. അങ്ങനെ ഒരു ലക്ഷ്യമേ അള്ളാഹുവിനില്ല. കാരണം അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ നക്കാബിച്ച കിട്ടിയിട്ട് ജീവിക്കേണ്ട ഒരാളാവണം. അതല്ല അള്ളാഹു. അൽ ഹയ്യു ജല്ല ജലാലു പറയുമ്പോൾ പറയാം, അള്ളാഹുവിന്റെ ജീവിതം എങ്ങനെയാണ്, അള്ളാഹു ജീവിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണോ? നമ്മളെ നക്കാബിച്ച ആവശ്യമില്ല. എന്നാലോ അള്ളാഹുവിന്റെ ഒത്താശ കൂടാതെ നമുക്ക് ജീവിക്കാനും പറ്റില്ല. നമുക്ക് ശ്വസിക്കണമെങ്കിൽ പടച്ചോൻ തുണക്കണം. നമുക്ക് വെള്ളം കുടിക്കണമെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിലും ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിലും എല്ലാറ്റിനും അള്ളാഹു തുണക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇല്ലാതെ നമുക്കൊന്നും നടക്കില്ല. പക്ഷെ അള്ളാഹു സ്വയം നിലനിൽപ്പുള്ളവനാണ്. സ്വയം നിലനിൽപ്പുള്ളവനായതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇല്ലേ ഇല്ല, ഇത്തരത്തിലുള്ള ഒരു ബേജാറില്ല. മറ്റാരെയെങ്കിലും ആശ്രയിക്കണോ എന്ന ഒരു ബേജാറില്ല. ഇതാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അൽ വഹാബു ജല്ല ജലാലു എന്ന നാമം വിശദീകരിക്കുമ്പോൾ മഹാനവറുകൾ പറഞ്ഞു, അൽ ഹിബതു ഹിയൽ അത്വിയത്തുൽ ഖാലിയതു അനിൽ ഇവദി വൽ അഗ്റാദ്. നൽകുമ്പോൾ ദുർലാഖുകളോ മറ്റ് പ്രതിഫലേച്ഛകളോ ഇല്ലാതെ, പ്രത്യുപകാരേച്ഛകളില്ലാതെ വെറുതെ കൊടുക്കുന്ന ദാനത്തിനാണ്. പൂർണ്ണമായിട്ട് വെറുതെ, പൂർണ്ണമായിട്ട് ഫ്രീ ആയിട്ട് നൽകുന്നവൻ എന്നാണ് അൽ വഹാബു ജല്ല ജലാലു എന്ന് പറഞ്ഞതിന്റെ അർത്ഥമെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തുകയാണ്. മനുഷ്യരെ സംബന്ധിച്ച് ആലോചിക്കുമ്പോൾ ഒന്നുകിൽ പകരത്തിന് പകരമായിട്ടാണ്, അതായത് ഉപകാരത്തിന് പ്രത്യുപകാരമായിട്ടാണ് അവർ വല്ലതും ചെയ്തു കൊടുക്കാറുള്ളത്. ഇങ്ങോട്ട് ചെയ്തതിന്, ഇങ്ങോട്ട് കാണിച്ചതിന് നന്ദിയായിട്ടാണ് പ്രത്യുപകാരം ചെയ്യാറുള്ളത്. അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു നമുക്ക് ചെയ്തു തന്നതൊന്നും, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാം പടച്ചോനങ്ങോട്ട് ചെയ്തു കൊടുത്തതിനുള്ള പ്രത്യുപകാരമല്ല. പലരും ചെയ്യാറുള്ളത് നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെയാണ്. എന്നാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയല്ല. യജമാനൻ അടിമയെ നോക്കുന്നത്, ഒരജമാനൻ അടിമയെ നോക്കുന്നത് എന്തിനാ? ആ അടിമ എല്ലുമുറിയ പണിയെടുക്കും. അതുകൊണ്ടാണ് അവന് ഭക്ഷണവും വസ്ത്രവും കൊടുക്കുന്നത്, അവന് താമസം കൊടുക്കുന്നത്, താമസ സ്ഥലം കൊടുക്കുന്നത്. യജമാനൻ അടിമയെ നോക്കുന്നത് പോലും ദുർലാഖുകളോടെയാണ്, യാതൊരു സംശയവുമില്ല. അടിമ യജമാനനെ അനുസരിക്കുന്നതോ, തനിക്ക് വെള്ളവും ഭക്ഷണവും കാശും തരുന്ന ഈ മുതലാളിയെ ഞാൻ അനുസരിക്കണം, കാരണം എനിക്ക് വേണ്ടതൊക്കെ നൽകുന്നവനാണ്, ഈ നിലക്കാണ്. അപ്പോൾ ഭൂമിയിൽ ഒരാൾ മറ്റൊരാൾക്ക് വല്ലതും നൽകുന്നുണ്ടെങ്കിൽ അതെൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പലപ്പോഴും പ്രത്യുപകാര സ്റ്റൈലിലാണ് കൊടുക്കുന്നതെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയല്ല. പടച്ച റബ്ബിനെ കുറിച്ച് ഇമാം ഹലീമി റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ വഹാബു ഇന്നഹുൽ മുതഫദ്ദിലു ബിൽ അതായൽ മുൻഅമി ബിഹാ ലാ അൻ ഇസ്തിഹ്ഖാഖിൻ അലൈഹി. അർഹത തൊട്ടു തീണ്ടാതെ തീർത്തും വെറുതെ വെച്ച് നീട്ടുന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് അനുഗ്രഹിക്കുന്ന റബ്ബ്, അതാണ് അൽ വഹാബു ജല്ല ജലാലു. എപ്പോഴും എങ്ങനെയും എന്തും കണക്കും കയ്യുമില്ലാതെ കൊടുക്കുന്നവനാണ് അൽ വഹാബു ജല്ല ജലാലു. എപ്പോഴും കൊടുക്കും. ഇന്നെപ്പോഴേ കൊടുക്കാവുന്നുണ്ടോ? ഇല്ല. എങ്ങനെയും കൊടുക്കും, എന്തും കൊടുക്കും, എത്രയും കൊടുക്കും. അതാണ് അൽ വഹാബു ജല്ല ജലാലു അവന്റെ പ്രത്യേകത. ഭൂമിയിലുള്ളവർക്ക് ഇത്തരം കാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്നിവിടെ നടത്തിയതുപോലെയുള്ള കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ തോന്നിയാൽ തന്നെ കണ്ടോ നിങ്ങള്, 10,000-കണക്കിന് രോഗികൾ മുന്നിൽ വരുമ്പോൾ 100 ആളെ പരിഗണിക്കാൻ കഴിഞ്ഞുള്ളൂ. ചന്ദത്തികസൂനം ലംഘും നീലാചന്തം ഉലകിതിലകിലം പ്രഭയതു നിഖിലം ദൂതർ ജാതരാ ജഗലു മഹാസിദ്ധതുടൈ കടുക
കടുകടിനം കിടുകിട നടനം മേലിടം തട്ടി കലപില ചടുലം കുലമിതു ശിഥിലം മാനമേ മുട്ടി മതമതമധികം കഥയിതു കഥനം കോട്ടകൾ കെട്ടി ക്ഷണമിലുദിത്തു ചുതിയവമിത്തു ഉയിരു ചൊരിത്തും തനിമയുരത്തും കനിവുടെ വിളനില മലിവുടെ മനതലം കലിമകളുടെ ഒളിയെവിടെയും അടിമുടി ചിത്തമിലൊത്തിരിയ ജബായ് അപ്പോൾ മൊഞ്ചിൽ ഹബീബോരണവാ السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لله ملك السماوات والأرض يخلق ما يشاء يهب لمن يشاء إناثا ويهب لمن يشاء الذكور أو يزوجهم ذكرانا وإناثا ويجعل من يشاء عقيما إنه عليم قدير. صدق الله مولانا العظيم، وصدق وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. إلهي لست للفردوس أهلا ولا أقوى على نار الجحيم، فهب لي توبة واغفر ذنوبي، فإنك غافر الذنب العظيم. واعلموا أمة سيدنا ومولانا محمد، اللهم صل وسلم وبارك عليه.
സർവാദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്നലെ നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അൽ വഹാബു ജല്ല ജലാലു എന്ന അതിപ്രധാനമായ നാമമാണ്. അഥവാ പകരം വല്ലതും കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാതെ ദാനം നൽകുന്നവൻ അൽ വഹാബു ജല്ല ജലാലു. തീർത്തും വെറുതെ കൊടുക്കുന്നവൻ. അവസാനിച്ചില്ല,